വിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ബോധത്തിൻ്റെ ആപ്ലിക്കേഷനാണ് നമുക്ക് ബോധ്യം തരണത്. പല വിഷയങ്ങളുടെയും ആധ്യാത്മിക തകർച്ചകളുടെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ വേണ്ട വിധം പ്രാർത്ഥിക്കാൻ പറ്റണില്ല, ഇല്ലേ? കുമ്പസാരം നീണ്ടു പോകുന്നു. കുമ്പസാരം നടത്താത്തത് കൊണ്ട് പ്രത്യേക സങ്കടങ്ങളൊന്നും തോന്നണില്ല. അപ്പോൾ ഓൾറെഡി യു ആർ ഔട്ട്. നിൻ്റെ പരിപാടി തീർന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ ഇല്ല. അപ്പോൾ ഇത് എന്താ സംഭവിച്ചതെന്ന് കഴിഞ്ഞാൽ, ഇവിടെ ഈ ബോധത്തിൽ, അപ്പോൾ ഞാൻ ബോധത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചപ്പോൾ നിങ്ങളോർക്കും പക്ഷേ എന്താ ബോധമോ ഇതുമായിട്ട് എന്നാ ബന്ധം? പക്ഷേ എന്താ റൂട്ടെന്ന് പറഞ്ഞാൽ അതാണ്. ആ ബോധ്യം നമ്മുടെ ഇന്ന് പോയി. ബോധ്യങ്ങളാണല്ലോ എല്ലാവരും ബോധ്യമാണ്. ബോധ്യത്തെക്കുറിച്ച് വചനം പറയണത് ബോധ്യം ഒരു ധനമാണെന്നാണ് പറയണത്. ബോധ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ബോധത്തിൻ്റെ അപ്ലൈഡ് കോൺഷ്യസിനെയാണ് ഈ ബോധ്യം എന്ന് പറയും, കൺവിക്ഷൻ എന്ന് പറയും. പക്ഷേ നമുക്കൊരു ബോധമുണ്ട്. നമ്മുടെ ബോധം എന്താണ്? യേശുവാണ് കർത്താവ് എന്നുള്ളത് ഒരു ബോധമാണ്. ഈ ബോധം പക്ഷേ പുസ്തകത്തിലെ പശു പോലെയാണ്, പുല്ല് തിന്നത്തില്ല. ബോധത്തിൽ നമുക്ക് വേണ്ടത് ബോധ്യമാണ്, കൺവിക്ഷൻ. അത് ഇമോഷണൽ കൺവിക്ഷനുണ്ട്, വൈകാരിക ബോധ്യം, പിന്നെ ഇൻ്റലക്ച്വൽ കൺവിക്ഷനുണ്ട്, ബൗദ്ധിക ബോധ്യം. ഈ രണ്ടും കൂടി വരുമ്പോൾ മാത്രമേ സാക്ഷ്യം വരത്തുള്ളൂ, അല്ലെങ്കിൽ സാക്ഷ്യം ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഇത്രയും നാൾ നമ്മൾ 40 കൊല്ലം 50 കൊല്ലം ജീവിച്ചിട്ട് ഇന്നുവരെ കർത്താവിന് സാക്ഷ്യം വഹിച്ചതായിട്ട് നമുക്ക് എണ്ണിപ്പറക്കാനൊന്നും ഇല്ല കയ്യിൽ. നമ്മളിങ്ങനെ ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റിയ രീതിയിൽ ഡെഡ് ബോഡി ആയിട്ട് ഇങ്ങനെ കാത്തു കിടക്കത്തില്ലേ? ബന്ധുക്കളും ആരും ഇല്ല, പോലീസ് സർജറി ഇല്ലാതെ കിടക്കുന്ന ഡെഡ് ബോഡി പോലെ ചില ആൾക്കാരെ ജീവിതകാലത്തിലൊരു ബോധ്യമില്ലാതെ ഇങ്ങനെ ഒരു സാക്ഷ്യമില്ലാതെ ജീവിക്കാം. കാര്യം ബോധ്യത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ബോധ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വത്താണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വചനമാണ് എൻ്റെ രസം. അതായത് 2 കൊറിന്ത്യൻസിൻ്റെ 2-ാമത്തെ വചനം, 2 കൊറിന്ത്യൻസ് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ വാക്യം. സ്നേഹത്താൽ പറഞ്ഞ്, സ്നേഹത്താൽ പരസ്പരബദ്ധമായ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സുനിശ്ചിതമായ ബോധ്യത്തിന്റെ പൂർണ്ണ സമ്പത്തും ദൈവത്തിന്റെ രഹസ്യമായ ക്രിസ്തുവാകുന്നു. അപ്പോഴേ ക്രിസ്തുവാണ് സമ്പത്ത് എന്നാ പറയുന്നത്, ബോധ്യത്തിന്റെ സമ്പത്ത്. ബോധ്യത്തിൽ ക്രിസ്തു സമ്പത്തല്ലെങ്കിൽ ബോധ്യം ദാരിദ്ര്യം പിടിച്ച ബോധ്യമാണ്. ഇന്നത്തെ പ്രാർത്ഥനാ തകർച്ചയ്ക്ക് കാര്യം ദാരിദ്ര്യം പിടിച്ച ബോധ്യമാണ്. ആത്മനാ ദാരിദ്ര്യം മാത്രമല്ല, ബോധദാരിദ്ര്യവും വരും. കാര്യം ബോധത്തിൻ്റെ സമ്പത്ത് ക്രിസ്തുവാണ്. കാര്യം ഒന്ന്, ഞാനൊരു ക്രിസ്ത്യനാണെന്നുള്ളൊരു ബോധമാണ്. പിന്നെ ഞാൻ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണെന്നുള്ളൊരു ബോധമാണ്. ഞാൻ നിത്യതയിൽ യേശുവിൻ്റെ മഹത്വം കാണാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ളൊരു ബോധ്യമാണ്. ഇങ്ങനെ ഇതെല്ലാം കുറേ അധികം ബോധ്യമെല്ലാം ബേസ്ഡ് അപ്പോൺ എ സിംഗിൾ പേഴ്സൺ. അതാണ് നമ്മുടെ സ്വത്തെന്ന് പറയണത്. നമ്മുടെ സ്വത്ത് നമ്മുടെ ബാങ്ക് ബാലൻസ് ഒന്നുമില്ല. നമ്മുടെ സ്വത്തെന്ന് പറയണത്, വിശ്വാസിയുടെ സ്വത്തെന്ന് പറയണത് ക്രിസ്തു തന്നെയാണ്. അതാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അതായത് സുനിശ്ചിതമായ ബോധ്യത്തിൻ്റെ പൂർണ്ണ സമ്പത്തും ദൈവത്തിന്റെ രഹസ്യമായ ക്രിസ്തുവിനെ കുറിച്ചുള്ള സമ്പൂർണമായ അറിവും ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ലഭിക്കേണ്ടത് എന്താണ്? ക്രിസ്തുവിനെ കുറിച്ചുള്ള സമ്പൂർണമായ അറിവാണ്. ക്രിസ്തു ആരാണ്? ബോധ്യത്തിൻ്റെ സ്വത്താണ്, ധനമാണ്. പിന്നെ എന്താണ്? സൊക്കൾട്ട് ആയിട്ടുള്ള ട്രഷറാണ്, നിഗൂഢ നിധിയാണ്. ക്രിസ്തു നിഗൂഢ നിധിയാണ്. അച്ഛൻ എന്താ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തു ആണ് നമ്മളുടെ ബോധത്തിൻ്റെ സ്വത്തായിട്ട്. നമ്മൾ അണ്ടേ കൊണ്ടേ വളം വെക്കാൻ പറ്റത്തില്ല ആധ്യാത്മിക ജീവിതത്തിനെ. ചുവട്ടി മാത്രമേ വളം വെക്കാൻ പറ്റത്തുള്ളൂ. ചുവടെന്ന് പറഞ്ഞാൽ ഇതാണ്, ക്രിസ്തുവിലാണിത് അടിയുറച്ച് നിൽക്കുന്നത്. അപ്പം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ബോധം ആദ്യം ഉണ്ടാകണം. പിന്നെ എന്ത് വേണം? ബോധ്യം ഉണ്ടാകണം.
ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ, അങ്ങയെക്കുറിച്ചുള്ള അങ്ങ് സ്വത്താണെന്നുള്ള ബോധ്യം, അങ്ങ് സ്വത്താണെന്നുള്ള ബോധ്യം, അങ്ങ് ധനമാണെന്നുള്ള ബോധ്യം, അങ്ങ് നിധിയാണെന്നുള്ള ബോധ്യം, എന്റെ ബോധ്യത്തിൽ അങ്ങ് ഉറപ്പിക്കണമേ. ശ്രദ്ധിക്കട്ടെ. പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് സെൻറ്റ് പീറ്ററിൻ്റെ ആദ്യ അനുഭവം എന്താണ്? കർത്താവാണ് സ്വത്തെന്നുള്ളതാണ്. അതാണ് സംഭവം. ആദ്യ അനുഭവം അപ്പോസ്തലികമായി, ദിസ് ഈസ് അപ്പോസ്തലിക് എക്സ്പീരിയൻസ് ആണത്. ആദ്യത്തെ ഒരു വിശ്വാസിയുടെ അനുഭവം. സെൻറ്റ് പീറ്ററിൻ്റെ ആദ്യത്തെ അനുഭവം എന്താണ്? കർത്താവാണ് നിധി, കർത്താവാണ് സ്വത്ത്. ഇത് പക്ഷേ സെൻറ്റ് പീറ്റർ ഇത് പറയാൻ ഇങ്ങനെ വിശുദ്ധ പത്രോസ് ഇത് ഏറ്റു പറയാൻ നല്ല തൻ്റെയിടും ചങ്കൂറ്റമുള്ള ആളാണ്. എന്താണ്? കർത്താവാണ് സ്വത്തെന്ന് പറയാൻ കാര്യം. ഇത് എപ്പോഴാണ് അദ്ദേഹം പറയണത്? കൊളോസ്യസ് 2:2 നിധി അല്ലെങ്കിൽ സ്വത്ത് അല്ലെങ്കിൽ സമ്പത്ത് അല്ലെങ്കിൽ ഒക്കൾട്ട് ട്രഷർ, നിഗൂഢനിധി എന്ന് പറയണത് ക്രിസ്തുവാണെന്ന് പൗലോസ് പറയുമ്പോൾ പത്രോസ് അത് പറയുന്നൊരു സമയമുണ്ട്. അതായത് പത്രോസ് പറഞ്ഞ എപ്പോഴാണ്? ഒരു മുടന്തനെ കാണുമ്പോൾ പത്രോസിൻ്റെ മുമ്പിൽ കൈ നീട്ടും, അല്ലേ? അത് ബൈബിളിലെ ഏറ്റവും വലിയൊരു സംഭവമാണ്. ഒരു മുടന്തനെ പത്രോസ് 9-ാം മണിക്കൂറുള്ള പ്രാർത്ഥനയ്ക്ക്, ദാറ്റ് മീൻസ് 3 മണിക്ക്, അല്ലേ? ഉച്ച കഴിഞ്ഞ് അവരുടെ സമയം 3 മണിക്കാണ്. 3 മണിക്കുള്ള പ്രാർത്ഥനയ്ക്ക് പത്രോസ് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ പടവുകളിൽ ഒരു മുടന്തൻ കൈ നീട്ടും. എന്തിനാണ് കൈ നീട്ടണത്? അയാൾ എല്ലാവരുടെ അടുത്തും കൈ നീട്ടുന്ന ആളാണ്, അവിടെ ഇരിക്കുന്നതാണ് സാധാരണ. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ കൈ നീട്ടുമ്പോൾ പത്രോസ് പറയും, എൻ്റെ കയ്യിൽ നിനക്ക് തരാനുള്ള നീ ഉദ്ദേശിക്കുന്ന സ്വത്തില്ല. എന്താ? സ്വത്തുണ്ടായിരുന്ന ആളാണ്, 2 വള്ളം ഉണ്ടായിരുന്ന ആളാണ്, 2 വലയും പിന്നെ കുറേ അധികം പണിക്കാരുമൊക്കെ സ്വന്തമായിട്ടുണ്ടായിരുന്ന സമ്പന്നനായൊരു മനുഷ്യനാണ്. പത്രോസിൻ്റെ വീട് നമ്മൾ കഫർനാമിൽ കടപ്പുറത്ത് ചെല്ലുമ്പോൾ പത്രോസിൻ്റെ വീട് കുഴിച്ചു വെച്ചിട്ടുണ്ട്. ഇസ്രയേൽ ഗവൺമെൻറ് പണ്ടത്തെ വീട്, പത്രോസ് താമസിച്ചിരുന്ന വീട്, അതിന് പല ലെയറുണ്ട്. ലെയറെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രോസിൻ്റെ വീട് അതാത് കാലത്ത് പുതുക്കി പണിയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കർത്താവ് ജീവിച്ചിരുന്ന കാലത്തുള്ള പത്രോസിൻ്റെ വീട്ടിൽ അമ്മായിയമ്മക്ക് പനിയായിരുന്ന കാലത്തെ കർത്താവ് അയാളുടെ വീട്ടിൽ പോയിട്ടുള്ളതാണ്. ആ വീടിൻ്റെ അടിത്തറ ഇന്ന് ഇസ്രയേലിലുണ്ട്, നമുക്ക് ചെന്നാൽ കാണാൻ പറ്റും. അതിൻ്റെ പുറത്ത് ഉണ്ടാക്കിയ വേറെ അടിത്തറ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണത് മനസ്സിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കഫർനാം സിനഗോഗിലും അതുപോലെ എക്സ്കവേറ്റ് ചെയ്തിട്ട് പത്രോസിൻ്റെ വാതിക്കലാണ് സിനഗോഗ് ഉള്ളത്. ഒരു 10-50 മീറ്ററേ ഉള്ളൂ ദൂരമായിട്ട്. ഇന്ന് ആ സിനഗോഗിൻ്റെ ടോപ്പൊന്നുമില്ല. കർത്താവ് ആദ്യം പ്രസംഗിച്ചത് അവിടെ വെച്ചാണ്, കഫർനാമിലെ സിനഗോഗിൽ വെച്ചാണ്. ഞാനത് കാരണം ആദ്യം ഈശോ പ്രസംഗിച്ചിടത്ത് ചെന്നപ്പോൾ എനിക്ക് ഒരു കുഴപ്പമുണ്ട്. അതായത് എനിക്ക് അല്പം വെയിൽ കൊണ്ടാൽ മതി, അപ്പോൾ തന്നെ എനിക്ക് ജലദോഷവും പനിയും ഉണ്ടായിട്ട് ഞാൻ 2-3 ദിവസം കിടപ്പിലായി പോകും. പണ്ട് മുതലുള്ള പരിപാടിയാണ്. അത് കാരണം ഞാനെപ്പോഴും തൊപ്പി വെച്ചൊക്കെ നടക്കത്തുള്ളൂ. ഇപ്പോഴും തൊപ്പി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ പത്രോസിൻ്റെ ഈ വീടിൻ്റെ അടുത്തുള്ള സിനഗോഗ് എന്നുവെച്ചാൽ പ്രാർത്ഥനാലയത്തിൽ, അവിടെയാണ് ഈശോ ആദ്യമായിട്ടും കഫർനാമിലെ സിനഗോഗിൽ അവൻ പ്രവേശിച്ചു. ഒരു സാബത്ത് ദിവസമായിരുന്നു. അവന് വായിക്കാനായി അവൻ എഴുന്നേറ്റ് തന്നു. അവന് തുകഴ്ചുള്ള നൽകപ്പെട്ടു. അപ്പോൾ അവൻ പറഞ്ഞു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവൻ ബന്ധിതർക്ക് മോചനവും അടിച്ചമർപ്പത്തോട് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അഭിഷേചിക്കുന്നു. നിങ്ങൾ കേട്ടിരിക്കുക ഈ വചനം ഇപ്പോൾ നിറവേറിയിരിക്കണമെന്ന് പറഞ്ഞത് ഈ പത്രോസിൻ്റെ സിനഗോഗിൽ വെച്ചാണ്. പത്രോസിൻ്റെ ബാക്കിലുള്ള ഒരു 50 മീറ്റർ 20 മീറ്റർ അകലെയുള്ള സിനഗോഗിലാണ്. ഇതുപോലെ സിനഗോഗാണ്, പക്ഷേ ടോപ്പില്ല. ഇതിൻ്റെ പകുതിയേ ഉള്ളൂ സിനഗോഗ്, പണ്ടത്തേതാണ്. പക്ഷേ ടോപ്പില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പുരാവസ്തുവാണല്ല, അത് നിർമ്മിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഈ കാലത്ത് നിർമ്മിക്കാൻ ഇസ്രായേൽ ഗവൺമെൻറ് സമ്മതിക്കത്തില്ല. കാര്യം അത് പഴയത് തന്നെ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന കാരണം ഈ പ്രാവശ്യം നിർമ്മിക്കണമെങ്കിൽ നമ്മൾ പുതിയ ഓട് അല്ലെങ്കിൽ പുതിയ ഷീറ്റൊക്കെ ഇടണം. അതും ഗവൺമെൻറ് സമ്മതിക്കത്തില്ല. അവരുടെ ഒന്നാമത്തെ യഹൂദന്മാരാണ് എല്ലാം പ്രിസൈസായിട്ട് ചെയ്യണം. അതുകൊണ്ട്
ആസിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യും അവർ. എന്താണ് പണ്ട് നിന്നിരുന്നത് അതുപോലെ തന്നെ നിലനിർത്തും. റൂഫില്ലെങ്കിൽ റൂഫില്ല. അപ്പോൾ നമുക്കതിൻ്റെ കർത്താവ് നിന്നിരുന്ന സ്ഥലം ഏറെക്കുറെ എൻ്റെ മനസ്സിലുണ്ട്. കാര്യം ഞാൻ സിനഗോഗിലൊക്കെ നേരത്തെയൊക്കെ പോണതാണ്. അപ്പോഴേ സാധാരണ വായിക്കാൻ വേണ്ടി എഴുന്നേറ്റ് സ്ഥലം നമ്മുടെ അൾത്താറ പോലെ അല്ലത്. അൾത്താറ സിനഗോഗിലെ അൾത്താറ പോലെ അല്ല, നടുക്കാണ്. ഈ ഹോളിൻ്റെ നടുക്ക് ഏറെക്കുറെയാണ് ഈ ഒരു ഇതുപോലെയുള്ള ക്രാസിയുള്ള ബലിപീഠം ഉള്ളത്. ബലിപീഠമല്ല, വായിക്കാനുള്ള സ്ഥലം. അവിടെയാണ് കർത്താവ് നിൽക്കുന്നത്. അപ്പം ഞാൻ ഏറെക്കുറെ സിനഗോഗിൻ്റെ സ്ഥലം കണക്കാക്കി നോക്കിയിട്ട് കർത്താവ് നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് ഞാൻ ചെന്ന് നിന്ന്. അപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? തലയിൽ അല്പം വെയിൽ കൊണ്ടാൽ അപ്പം തന്നെ പനിയും തുമ്മലും ജലദോഷവും ചുമയായിട്ട് മാറി കിടപ്പാകുന്ന പരിപാടിയാണ്. പക്ഷേ കർത്താവ് വചനം പ്രഘോഷിച്ച സ്ഥലത്ത് എനിക്ക് എൻ്റെ തല കൊണ്ടൊന്ന് മുട്ടിക്കണം. അതാണ് എൻ്റെ കാര്യം. നമ്മൾ കർത്താവിൻ്റെ അഭിഷേകം കിട്ടാൻ വേണ്ടി തല കൊണ്ട്. പക്ഷേ ആ വെയിലെന്ന് പറയണത് ഈ സമയത്തുള്ള വെയിലാണ്. ഇക്കാലത്ത് ഇതുപോലെയുള്ള കാലത്താണ് ഞാൻ പോയത്. അപ്പോൾ വെയിലെന്ന് പറയുന്നത് 40 ഡിഗ്രി മരുഭൂമിയിലെ പോലെയുള്ളതാണ് ഈ സമയത്തുള്ള വെയിൽ. ഒരു 35, നമുക്ക് 32 വരെയല്ലേ ഉള്ളൂ കേരളത്തിൽ. അവിടെ 35-37 ഡിഗ്രിയാണ് ഏപ്രിൽ മാസത്തിലുള്ള ചൂട്. അപ്പോൾ ഇങ്ങനെ പൊള്ളി നിൽക്കുകയാണ്. നമുക്ക് ഗലീലിയ കടലിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. കാണാൻ പറ്റുന്ന കഴിഞ്ഞാൽ ഈ സൂര്യനെ തിളച്ച് മറിഞ്ഞടിക്കണ കാരണം വെള്ളി പോലെ ഇങ്ങനെ തോന്നും. അതിൻ്റെ കടലിൻ്റെ നിറം പോലും കാണത്തില്ല. വൈകുന്നേരമായ മാത്രമേ കടലിൻ്റെ നീല നിറമൊക്കെ കാണത്തുള്ളൂ. അത്രയും വെയിലാണ്. അപ്പോഴേ ഞാൻ തല കൊണ്ടുവന്ന് കർത്താവ് എഴുന്നേറ്റ് നിന്ന് വചനം വായിച്ച് അവിടെ കൊണ്ടുവന്ന് മുട്ടിവായിട്ട് 30 മിനിറ്റ് അവിടെ കിടന്ന്. 30 മിനിറ്റ്. എന്താ കാര്യം? ഈശോ നിന്ന സ്ഥലമാണ്, ഈശോ വായിച്ച സ്ഥലമാണ്, ഈശോ വചനം പ്രഘോഷിച്ച സ്ഥലമാണ്. കർത്താവേ, എന്നെ നീ വചനത്താൽ അഭിഷേകം ചെയ്യണമേ. നിൻ്റെ ജോലി ഇക്കാലങ്ങളിൽ ചെയ്യണത് എന്നെപ്പോലെയുള്ളവരാണ്. അപ്പം ഞാൻ നിൻ്റെ വചനം പ്രഘോഷിച്ച സ്ഥലത്ത് വന്നപ്പോഴേ എൻ്റെ പനി അല്ലെങ്കിൽ ജലദോഷം, കിടപ്പ്, തലവേദന ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ വരട്ടെ കർത്താവിൻ്റെ സ്ഥലത്ത് വന്നിട്ട് തല മുട്ടിക്കാതെ പോകണത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനവിടെ നിന്നതാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ടൈമാണ്. നമുക്ക് വിശ്വാസം പ്രഖ്യാപിക്കാൻ പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മൾ വിശ്വാസം പ്രഖ്യാപിക്കണം. അതായത് അച്ഛൻ എന്താ പറഞ്ഞത് നിങ്ങളോട്? യേശു സ്വത്താണ്, യേശു ഒരു ബോധ്യമാണ്. പക്ഷേ ബോധമെന്നുള്ളത് ബോധ്യമാകണം എപ്പോഴാണെന്നറിയാമോ? എല്ലാവർക്കും ബോധമൊക്കെ ചെറുതായിട്ടുണ്ട്, പക്ഷെ ബോധ്യം കുറവാണ്. ബോധ്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾ അത് വെച്ച് നമ്മുടെ ബോധം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് ബോധ്യം ഉണ്ടാകുന്നത്. ബോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബോധം യേശു കർത്താവാണെന്നുള്ള ബോധം അത് പ്രഖ്യാപിക്കുമ്പോഴാണ് ബോധ്യമായി മാറുന്നത്. അല്ലെങ്കിൽ അത് ബോധമായിട്ട് തന്നെ മാറിയിരിക്കും. അതായത് ഇവിടെ എഴുതിയിരിക്കണ കണ്ട കൊളോസ്യസ് 2:2 എന്താ പറയണത്? സ്നേഹത്താൽ പരസ്പരബദ്ധമായ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സുനിശ്ചിതമായ ബോധ്യത്തിൻ്റെ പൂർണ്ണ സമ്പത്തും. ബോധ്യത്തെക്കുറിച്ചാണ് പറയേണ്ടത്. ഈ ബോധ്യമെന്ന് പറയുന്നത് ബോധത്തെ പ്രയോഗത്തിൽ വരുത്തുമ്പോഴാണ് ബോധ്യം ഉണ്ടാകുന്നത്. ബോധം ഉണ്ടാകാം, പക്ഷേ അത് പ്രയോഗത്തിൽ വരുത്തുമ്പോഴാണ് ബോധ്യം. ഈ ബോധ്യമാണ് സമ്പത്തെന്ന് പറയണത്. ഒരു വിശ്വാസിയാണെങ്കിൽ ഇപ്പം യുക്രൈൻകാർ യുദ്ധമാണ് അല്ലെ നടക്കണം. നമുക്കെന്താ മനസ്സിലാകണത്? യുദ്ധമാകുമ്പോൾ ഒരാൾ ആരെങ്കിലും ജയിക്കും, ഒരാൾ തോക്കും, അല്ലെങ്കിൽ പൊതുവെ സമാധാനം ഉണ്ടാകും. കുറച്ച് പേര് 2 ഭാഗത്തു നിന്നൊക്കെ മരിക്കും, ഇല്ലേ? ഇപ്പം മരണം ഇങ്ങനെ മുഖാമുഖം കാണുമ്പോൾ യുക്രൈൻകാർ ചെയ്ത ഒരു കാര്യമുണ്ട് ഇടയ്ക്ക്. എന്താണ് അവർ ചെയ്തത്? അവർ ചെയ്തത് മാക്സിമം എല്ലാവരും കുമ്പസാരി ചുരുങ്ങി. അതാണ് വിഷയം. അത് യുദ്ധം ജയിച്ചതുപോലെയായിപ്പോയി. അപ്പം അത്രയും ഭയങ്കരമായ ഒരു അവസ്ഥയാണ്. പക്ഷേ ഈ ആൾക്കാർ കുമ്പസാരിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുക. ഈ കാഴ്ച ഞാൻ പണ്ട് കണ്ടത് ജോൺ പോൾ മാർപ്പാപ്പ പോളണ്ട് സന്ദർശിക്കണമെന്ന് കേട്ടപ്പോൾ തന്നെ ജനങ്ങൾ കസേര വരച്ച് റോഡ് ഇട്ടുകൊണ്ട് അച്ഛനെ കൊണ്ടുവന്ന് വെച്ചിട്ട് മുട്ടിയിൽ നിന്ന് ലൈനായിട്ട് തെരുവിൽ നിന്ന് കുമ്പസാരിക്കേണ്ട രംഗം ഞാൻ കണ്ടിട്ടുണ്ട്.
അത് പിന്നെ ഒരു നല്ല വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇതങ്ങനെയല്ല. മരണം സുനിശ്ചിതമാണെന്ന് കാണുന്ന കീവ് നിവാസികൾ ചെയ്തിരിക്കണ എന്താണ്? അവർ കുമ്പസാരിച്ചൊരുങ്ങിയാണ്. അടുത്ത കാത്തലിക്കായിട്ട് ലീഡർ പറഞ്ഞിരിക്കുന്നത്, ഐ വിൽ നോട്ട് ഗോ എനിവെയർ, എൻ്റെ ജനത്തെ വിട്ട് ഞാൻ ഒരിടത്തും പോകത്തില്ലെന്നാണ്. അപ്പോൾ അവരെന്ന് വെച്ചാൽ ആ വിഷയത്തിൽ അവർ ഇനി മരിക്കുകയാണ് വന്നതെങ്കിലും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എത്തുകയെന്നുള്ള ആ വലിയ വിശ്വാസത്തെ അവർ ഏറ്റുപറഞ്ഞു. അതാണ് സ്വത്തെന്ന് പറയുന്നത്, അതാണ് ബോധ്യം എന്ന് പറയുന്നത്. അതവരുടെ ബോധ്യമാണ്. അത് വെറുതെ ബോധ്യമല്ല, സാധാരണ ബോധ്യം ഉണ്ടാകും. ഈ ബോധ്യത്തെ സ്വത്തിന് നമ്മൾ കൂട്ടേണ്ടി വരും. ഇടയ്ക്കിടയ്ക്ക് ഓരോ അനുഭവങ്ങൾ വരുമ്പോഴാണ് സ്വത്ത് കൂട്ടണത്. സ്വത്തെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടിയ സ്വത്ത് തന്നെയാണ്. പണ്ട് നമ്മുടെ അപ്പൻ നമുക്ക് കുറച്ച് സ്വത്ത് തന്ന് അത് തന്നെ ഇപ്പോഴും ഉള്ളതെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ലോകം മടിയന്മാരായിട്ടായിരിക്കും. പക്ഷേ സ്വത്ത് ഇപ്പം ക്രിസ്തു ഒരു സ്വത്താണെന്ന് കൊളോസ്യൻസ് 2:2 പറഞ്ഞില്ലേ. പക്ഷെ ആ സ്വത്ത് നീ ഇങ്ങനെ ഓരോ ഘട്ടം വരുമ്പോൾ അത് നല്ലവണ്ണം മാർക്കറ്റ് ചെയ്ത് അതുകൊണ്ട് കച്ചവടം ചെയ്ത് അത് കൂട്ടണം. കൂട്ടിയില്ലെങ്കിൽ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനെ വെച്ച് എങ്ങനെ IELTS പാസ്സാകാം, ക്രിസ്തുവിനെ വെച്ച് എങ്ങനെ സ്ഥലം വിറ്റെടുക്കാം, ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കലാപരിപാടികളൊക്കെയാണ് ജനം നടക്കുന്നത്. പക്ഷേ അതല്ല വിഷയം. അതിനേക്കാൾ ഉപരി ക്രിസ്തുവിനെ വെച്ചെങ്ങനെ ദൈവവുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ട് ഒരു സ്വത്തിൻ്റെ ഉടമയാകാം എന്ന് ചിന്തിച്ചാൽ ബാക്കിയുള്ളത് ചേർത്ത് നൽകുമെന്നാണ് ഈശോ പറഞ്ഞത്. ബാക്കിയുള്ളത് നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെ 6:33 എന്ന് പറയുന്നത് ഒരു മദർ വേർഡാണ്. ആ വേർഡിൽ നിന്ന് കുറേ അധികം വാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. വെച്ചാൽ ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുക, ബാക്കിയുള്ളത് ചേർത്ത് നൽകും. ഇപ്പോഴേ എങ്ങനെയാണ് സ്വത്ത് കൂട്ടണത്? ആത്മീയ സ്വത്ത് എന്ന് പറയുന്നത് ക്രിസ്തുവാണെന്ന് പറഞ്ഞു. ഈ സ്വത്ത് എങ്ങനെയാണ് കൂട്ടണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ ഷെയർ മാർക്കറ്റ് ഞാൻ ഈ ദിവസങ്ങളിൽ പറയണത്, ഞങ്ങളുടെ അച്ഛന്മാർക്ക് ഷെയർ മാർക്കറ്റൊന്നും ചെയ്യാനുള്ള അറുതി ഇതൊന്നുമില്ല. പക്ഷേ ആൾക്കാർ ചെയ്യുമ്പോൾ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഷെയർ മാർക്കറ്റിൽ എന്താ സംഭവിക്കണത്? ഒരു കമ്പനിയുടെ ഷെയർ, ഏതെങ്കിലും ഒരു കമ്പനി, XOY ഓയിൽ അല്ലെങ്കിൽ സോപ്പ് അല്ലെങ്കിൽ കോസ്മെറ്റിക്സ്, ഏതെങ്കിലും ഒരു കമ്പനി, ആ കമ്പനിയുടെ ഷെയർ എടുക്കുമ്പോൾ അത് അനൗൺസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് വല്ല 100 രൂപ വല്ല ആയിരിക്കും ഷെയർ. പക്ഷെ കമ്പനി ലാഭത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അതിൻ്റെ ഷെയർ 1000 രൂപയാവും. ഒരു യുദ്ധം വില വരികയാണെങ്കിൽ പിന്നെ അതിൻ്റെ ഷെയർ ഇടിഞ്ഞിട്ട് 50 രൂപയാവും. അപ്പോഴേ 1000 രൂപയാകണ സമയത്ത് ഷെയർ മാർക്കറ്റ് കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ കമ്മീഷൻ ആൾക്കാർ പറയും, നിങ്ങളത് വിൽക്കാൻ പറയും, ഷെയർ വിൽക്കാൻ പറയും. അതിനെ ഷെയർ മാർക്കറ്റിംഗ് എന്ന് പറയണത്. ചിലർ വിൽക്കാൻ വെച്ചുകൊണ്ടിരുന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഉള്ളതുകൂടി ഉണ്ടാകാതിരിക്കും. അത് ബുദ്ധിയാണ്. ബിസിനസ്സിനെ കുറിച്ച് അറിയാവുന്ന ഗൈഡ് ലൈൻസ് കിട്ടുന്ന ബുദ്ധി അനുസരിച്ച് ഷെയർ. ഇതുപോലെ വിശ്വാസത്തിലൊരു മാർക്കറ്റിംഗ് ഉണ്ട്. ദാറ്റ് ഈസ് മൈ പോയിൻറ്റ്. അതായത് വിശ്വാസത്തിൽ നമുക്ക് സ്വത്ത്, ഇപ്പോൾ സ്വത്താണെന്ന് ഈശോ സ്വത്താണെന്ന് പറഞ്ഞില്ലേ, ഈ സ്വത്ത് എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റുമെന്ന് നമ്മൾ അറിയണം. അത് വിശ്വാസത്തിൻ്റെ ഫെയ്ത്ത് മാർക്കറ്റിങ്ങിലൂടെയാണ് ഇത് വർദ്ധിപ്പിക്കുന്നത്. ഫെയ്ത്ത് മാർക്കറ്റ് ചെയ്യണം, തിരിച്ച് ദൈവത്തിന് കൊടുക്കണം. നമ്മളുള്ള വിശ്വാസം നല്ല വിലയുള്ള സമയത്ത് അത് ദൈവത്തിന് കൊടുക്കണം തിരിച്ച്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം പ്രഖ്യാപിക്കണം. യുക്രൈൻകാർ ചെയ്തിരിക്കുന്നത് അതാണ്. അവരെന്താ സമയത്ത് ഭക്ഷണം കിട്ടണില്ല. അവിടെ ബങ്കേഴ്സിലാണ് ബോംബ് വീഴിക്കൊണ്ടിരിക്കുന്ന കാരണം ഭൂഗർഭ ആലയത്തിലേക്കാണ് ആൾക്കാർ, ടണലിലേക്കാണ് ആൾക്കാർ പോയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മലയാളി പിള്ളേർ അവിടെ ഉണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, അതിൻ്റെ യുദ്ധക്കെടുതി അനുഭവിക്കണം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷേ ഇവിടെ ഒരു സംഭവം ചെയ്യണത്, ഈ യുക്രൈൻ യുദ്ധത്തിൻ്റെ ഈ ബങ്കേഴ്സിലെ ഭൂമിക്കടി ഒളിച്ചല്ല, ജീവനും ഭയമുള്ള കാരണം രക്ഷപ്പെടാൻ വേണ്ടി ആൾക്കാർ സമയത്ത് ഭക്ഷണം കിട്ടത്തില്ല, അവിടെ ഒന്നുമില്ല, കറണ്ടില്ല, എങ്കിലും ഒളിച്ചിരിക്കാൻ വേണ്ടി പോകുന്ന സ്ഥലമാണ്. അവിടെ കുർബാന ആവശ്യപ്പെട്ട് വൈദികനെ വിളിച്ചിട്ട് വൈദികൻ ഈ ഭൂഗർഭാലയത്തിൽ കുർബാനയും കൊണ്ട് പോകുന്നുണ്ട്. അതാണ് ഫെയ്ത്ത് മാർക്കറ്റിംഗ് എന്ന് പറയണത്. ഈ സമയത്ത് അവിടെ യഥാർത്ഥത്തിലുള്ള മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഭക്ഷണവും വെള്ളമൊന്നും കിട്ടണില്ല, മരണമാണ് മുമ്പിൽ കാണുന്നത്. അപ്പോൾ അതിന് ഭൂഗർഭ ആലയത്തിലേക്ക് വൈദികന്
കുർബാനയും കൊണ്ട് വരാൻ വേണ്ടി വൈദികനെ വിളിക്കുന്നു. നമ്മുടെ ഇതുപോലെയുള്ള കമ്പനിയില്ലേ, ഫുഡ് കമ്പനിക്ക് ഫോൺ ചെയ്ത് വിളിപ്പിക്കത്തില്ലേ ആൾക്കാർ. ആ ഫുഡ് കമ്പനിക്ക് ലഞ്ചിന് വേണ്ടി വിളിപ്പിക്കണ പോലെ കുർബാനയ്ക്ക് വേണ്ടി ഫോൺ ചെയ്ത് വിളിപ്പിക്കുക. എന്നിട്ട് കുർബാനയും കൊണ്ട് വൈദികൻ ഈ ബാങ്കേഴ്സ് തിരക്കി പിടിച്ച് ബാങ്കേഴ്സിൽ പോകുന്നു. ഇതാണ് ഈ മരണത്തെ മുന്നോട്ട് കാണുമ്പോൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുന്നതിനാണ് ഫെയ്ത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോഴത് വിളിച്ച ആ വ്യക്തിയും ഈ ഇതിൽ ഭൂഗർഭാലയത്തിലേക്ക് വൈദികനെ കുർബാനയ്ക്ക് വേണ്ടി കുർബാന സ്വീകരിക്കാൻ വേണ്ടി വിളിച്ച വ്യക്തിയും വൈദികൻ തന്നെ ഇന്ന് വെടിയേറ്റ് മരിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ആ തോക്കിൻ്റെ ഇടയിലൂടെ അവന് കുർബാനയെ കൊണ്ടുപോയി കൊടുത്ത വൈദികരും ഫെയ്ത്ത് മാർക്കറ്റിൽ തങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിച്ചിട്ട് കോടീശ്വരന്മാരായിരിക്കുകയാണ് കർത്താവിൻ്റെ മുമ്പിൽ. വിശ്വാസത്തിൻ്റെ കോടീശ്വരന്മാരെ. അത് ഫെയ്ത്ത് മാർക്കറ്റിങ്ങിനുള്ളതാണ്. അത് വെച്ചാൽ ഫെയ്ത്ത് പ്രഖ്യാപിക്കാൻ, വിശ്വാസം പ്രഖ്യാപിക്കാൻ എപ്പോഴാണ് പ്രതിസന്ധി ഉണ്ടാകുന്നത് അപ്പോഴാണ് വിശ്വാസം സെയിൽ ചെയ്യേണ്ടത്. വിശ്വാസം എപ്പോഴാണ് ഫെയ്ത്ത് മാർക്കറ്റിംഗ്. അതായത് വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നഷ്ടമാണ് കിട്ടാൻ പോണത്. വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് ഒരു നഷ്ടവും കിട്ടണില്ല. ഇപ്പം കൃപാസനത്തിൽ വരുന്ന എല്ലാവരും വിശ്വാസികളാണെന്നൊന്നും ഞാൻ പറയത്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ കൃപാസനത്തിലെ ഒത്തിരി പേരും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ അല്ല കൃത്യമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും ബേസിക്കായിട്ട് ആൾക്കാരുടെ മനസ്സിൽ സ്ഥലങ്ങൾ വിൽക്കണം, അതുപോലെ തന്നെ മകളെ കെട്ടിക്കണം, അതിൽ കുട്ടികളുണ്ടാകണം എന്നുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതിനേക്കാൾ ഉപരി ക്രിസ്തുവിനെ മാത്രം, ക്രിസ്തുവിൻ്റെ ആനുകൂല്യങ്ങളോ അനുഗ്രഹങ്ങളോ ഒന്നുമല്ല, ക്രിസ്തുവിനെ മാത്രം അന്വേഷിക്കുന്ന ഒരു ജനതയാണ്. അവർ വിശ്വാസത്തിൽ നിന്നൊന്നും പ്രതീക്ഷിക്കണില്ല. അവർ ക്രിസ്തുവിനെ മാത്രമേ വിശ്വാസത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ, ക്രിസ്തുവിനെ മാത്രം. അങ്ങനെ നമ്മുടെ വിശ്വാസത്തിൻ്റെ സാമ്രാട്ടായ ദൈവത്തിൻ്റെ രഹസ്യനിധിയായ ക്രിസ്തുവിനെ അത് പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് നഷ്ടമേ അപകടമേ ഉണ്ടാകത്തുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന സമയത്തും വിശ്വാസം പ്രഖ്യാപിക്കുന്നതിനാണ് ഫെയ്ത്ത് മാർക്കറ്റിംഗ് എന്ന് പറയണത്. അപ്പോഴവർ വലിയ വിലക്കാണ് ആ വിശ്വാസം തിരിച്ചു കൊടുക്കുന്നത്. ആർക്കാണ് കൊടുക്കുന്നത്? വിശ്വാസം ദൈവത്തിന് കൊടുക്കുകയാണ്. ദൈവത്തിന് കൊടുക്കുകയാണ്. എന്താണ്? നമ്മളത് പ്രഖ്യാപിക്കുകയാണ്. അതിൽ നമുക്കൊന്നും കിട്ടത്തില്ല. ദൈവത്തിനല്ലാതെ ഒന്നും കിട്ടത്തില്ല. ദൈവത്തിനല്ലാതെ ഒന്നും കിട്ടത്തില്ല. ദൈവത്തിനല്ലാതെ എനിക്കൊന്നും വേണ്ട. എനിക്ക് സൗഖ്യമില്ലെങ്കിലും ഞാൻ യേശുവിൽ വിശ്വസിക്കും. എനിക്ക് പരീക്ഷയ്ക്ക് തോറ്റാലും ഞാൻ യേശുവിൽ വിശ്വസിച്ച് ഞാൻ മുന്നോട്ട് പോകും. എൻ്റെ കുടുംബത്തിന് ലോൺ പാസ്സായില്ലെങ്കിലും ഞാൻ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് യേശുവാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും എന്ന് പ്രഖ്യാപിക്കുന്നതിനാണ് ഫെയ്ത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ അതോടുകൂടി നീ വിശ്വാസത്തിൽ കോടീശ്വരിയായി മാറും. അതുകൊണ്ടാണ് പൗലോസ് പറയണത് നിധിയാണ്, ട്രഷറാണെന്ന് പറയണത്. ക്രിസ്തു, അതായത് പ്രഖ്യാപിക്കും തോറും ക്രിസ്തു നമ്മളിലെ വലിയ നിധിയായി വളർന്നുകൊണ്ടേ ഇരിക്കും. അതാണ് പൗലോസ് ഇപ്പോൾ കൊളോസ്യൻസ് 2:3 എന്താ പറയണത്? അതായത് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ്. വായിച്ചോളൂ കൊളോസ്യൻസ് 2:3 ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. ആരിലാണ്? ക്രിസ്തുവിലെ. അപ്പം ക്രിസ്തുവിൽ എന്തൊക്കെ ഉണ്ടെന്നാ പറയണത്? ജ്ഞാനമുണ്ട്. ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ മെക്കാനിസം. ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ മെക്കാനിസം. ഹൗ ടു ഡു ഇറ്റ്, ഹൗ ടു ഗെറ്റ് ത്രൂ. വെച്ചാൽ നീ എങ്ങനെ രക്ഷപ്പെടണമെന്നുള്ളതിൻ്റെതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനം. ഇപ്പോൾ ജ്ഞാനത്തിൻ്റെയും അറിവ് എന്താണത് എന്ന് പറയുന്നതാണ് അറിവ്. എന്തിനാണത് എന്ന് പറയുന്നതാണ് ജ്ഞാനം. ഇപ്പോൾ ഉദാഹരണത്തിന് സങ്കീർത്തനം 103:7 അവിടുന്ന് തൻ്റെ വഴികൾ മോശയ്ക്കും പ്രവർത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. അതാണ് വിഷയം. വ്യക്തികൾ അനുസരിച്ച് കൊണ്ട് വെളിപാടിന് വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അവിടുന്ന് തൻ്റെ വഴികൾ,
ആർക്കാണ്? ഫോർ വാട്ട്, അതാണ് വഴികൾ. എന്തിനു വേണ്ടിയാണ്? ജ്ഞാനം. അതാണ് ഈ ജ്ഞാനമെന്ന് പറയണത്. ജ്ഞാനത്തിന് ബൈബിളിൽ വഴിയെന്നും പേരുണ്ട്, ജ്ഞാനമെന്നും പേരുണ്ട്. അവിടുന്ന് തൻ്റെ വഴികൾ എന്തിനു വേണ്ടിയാണത്? ഇപ്പം കൽമഴ പെയ്തു, അത് കല്ലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പ്രവൃത്തി നൈല് ചുവപ്പ് നിറവായി, രക്തമായി, അതൊരു പ്രവൃത്തിയാണ്. അപ്പം ഇസ്രായേൽ ജനം പറഞ്ഞു, ദേ കണ്ടില്ലേ, നൈല് മുഴുവൻ ചുവപ്പ് നിറവായെന്ന് പറഞ്ഞിട്ട് കുടിക്കാൻ പറ്റുമോ, എങ്ങനെ കുടിക്കും, അത് വെള്ളമൊക്കെ വെക്കട്ടെ, ഇങ്ങനെ പിച്ചും പേയും പറഞ്ഞ് നടക്കാവുന്നതല്ലാതെ പ്രവൃത്തി അറിയാവുന്നതുകൊണ്ട് വലിയ ഗുണമില്ല. പക്ഷേ എന്താണ്? അവിടുന്ന് തൻ്റെ വഴികൾ മോശിക്കും, പ്രവൃത്തികൾ ഇസ്രായേലിനും. അപ്പോൾ ദൈവത്തിൻ്റെ അവിടെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് ദൈവത്തിൻ്റെ ഇത് കോമൺ മാൻ എന്ന് പറയുന്ന വിഷയത്തിൽ നിന്ന് നമ്മൾ ഉയർന്നില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഈ പ്രവൃത്തികൾ മാത്രമേ കാണത്തുള്ളൂ. ദൈവം എന്ത് ചെയ്യുന്നു എന്നേ കാണത്തുള്ളൂ. പക്ഷേ അത് ജ്ഞാനമല്ല, അത് അറിവാണ്. ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം നൈല് ചുവപ്പാക്കുന്നു, ദൈവം പ്ലേഗ് പരത്തുന്നു, അത്രയേക്കാള്. പക്ഷേ മോസസിന് എന്താ പറയണത്? അവിടുന്ന് തൻ്റെ വഴികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് അത് ചെയ്തത്? ഇപ്പം എല്ലാത്തിൻ്റെ ഒരു നോ-ഹൗ, എന്തിനു വേണ്ടിയാണ് എല്ലാത്തിൻ്റെയും. ഇപ്പം കൊളോസിയസ് എന്താ പറയണത്? കൊളോസിയൻസ് 2:3 എന്താ? ഒന്നിനു വായിച്ചോളൂ. കൊളോസിയസ് 2:3 എന്താ വായിക്കണത്? ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനില് ഒളിഞ്ഞു കിടക്കുന്നു. ഇത് വളരെ സീരിയസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറി ആൻഡ് പ്രാക്ടിക്കൽ ഒരു വിഷയത്തിന്, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും. ഇപ്പം നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടണം, നിങ്ങളെ എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ളത് ഇപ്പോൾ ഈ സാക്ഷിയൊക്കെ ആൾക്കാർ പറയണില്ലേ, അതല്ല അറിവാണ്, ജ്ഞാനമല്ല. എന്തിനു വേണ്ടിയാണ് അവർക്ക് ആ സൗഖ്യം കൊടുത്തത് എന്ന് പറയണത് ജ്ഞാനമാണ്. അവരാധ്യാത്മമായിട്ട് വളർന്നാൽ മാത്രമേ അവർക്ക് ആ സാക്ഷ്യത്തിൻ്റെ ജ്ഞാനം കിട്ടത്തുള്ളൂ. ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു, അജയ് തോമസ്, കോട്ടയം. അജയ് തോമസ് നല്ല സാക്ഷ്യം കേട്ടോ. നല്ല സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അജയ് തോമസ് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്പാണ്. അയാൾക്ക് IIT പഠിക്കുകയാണ്, ആൾ ബോംബെ IIT പഠിക്കുകയാണ്. അജയ് തോമസ് പറഞ്ഞത്, എനിക്കിപ്പോഴും 32 വയസ്സുണ്ട് അല്ലേ, എനിക്ക് 32 വയസ്സുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പ്രാർത്ഥിക്കുന്ന സന്ദേശം എടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയായിരുന്നു. അപ്പോഴെന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് 6 വർഷം എടുക്കും. അത് IIT-യിൽ IIT എന്ന് പറയണത് നമുക്ക് ഇപ്പോൾ IAS അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യത്തിൽ, IFS ഫോറസ്റ്റിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, IAM അതുപോലെ തന്നെ IAM എന്ന് പറയണത് ഈ ഫൈനാൻസ്, ഇക്കണോമിക്സ്, അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ. അതുപോലെ ആണ് ഈ IIT ടെക്നിക്കലായിട്ട്, ഇന്ത്യൻ ടെക്നിക്കൽ ലാസ്റ്റ് വാക്കാണ് ഇതൊക്കെ. അപ്പോൾ IIT പഠിക്കുക. അപ്പോൾ പഠിക്കണ അയാൾക്ക് അവിടെ PhD ചെയ്തുകൊണ്ടിരിക്കുക. ആ PhD ചെയ്യുമ്പോൾ 6 വർഷമാകും. അപ്പോഴും 32 വയസ്സ് ഇപ്പോൾ ഉണ്ട്. 32, 6, 38. നിങ്ങൾക്ക് ജോലി കിട്ടുമ്പോൾ 40 വയസ്സാകും എന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് നിന്ന് പറഞ്ഞെന്ന് ആ പുള്ളിക്കാരെ ഇന്നലെ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ശരിയാണല്ലോ, കറക്റ്റാണല്ലോ. അപ്പോൾ അയാൾ കർത്താവിനോട് ചോദിച്ചതിന്, കർത്താവേ, എനിക്കിപ്പോൾ 38 വയസ്സുണ്ടോ, ഇനിയിപ്പോൾ ഞാൻ PhD കഴിയുമ്പോഴേ 38 ആവും, ജോലി കിട്ടുമ്പോൾ 40 ആകും, അപ്പോൾ എനിക്കൊരു ജീവിതമില്ലേ എന്നാണ് ചോദിച്ചത്. ഇതാണ് ചോദ്യം, കൃത്യമല്ലേ? അയാളുടെ ചോദ്യം കറക്റ്റല്ലേ? അപ്പോഴേ എന്താ പ്രോബ്ലം വെച്ചാൽ ഇവിടെ എന്താ പറയണത്? ഇവിടെ പറയണത് കൊളോസിയസ് 3:2 എന്താ പറയുന്നത്? ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. അപ്പോഴേ നീ എങ്ങനെ രക്ഷപ്പെടണം? ഇപ്പം അജയ് തോമസ് എങ്ങനെ രക്ഷപ്പെടണമെന്നുള്ള ഹൗ ടു ഗെറ്റഡ്, ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ട് അവനൊരു കല്യാണം കഴിക്കണം, ജോലിയും കിട്ടണമെങ്കിൽ എന്നാ ചെയ്യേണ്ടത്? അതിന് ജ്ഞാനം വേണം. അതിന് എന്ത് ചെയ്യണം? ക്രിസ്തുവിലാണ് അത് ഒളിഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ സംസാരിക്കുന്ന വിഷയം മെക്കാനിസം ഓഫ് ദി കവനന്റ് പ്രെയറാണ്. ഒരു ഉടമ്പടിയിൽ എന്താണ് അത് ആന്തരികമായി സംഭവിക്കുന്നത്? നമ്മളെ ഭക്ഷണം കഴിക്കുന്നവരിങ്ങനെ വീർത്ത് വരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ മെക്കാനിസം, അതിൻ്റെ മെറ്റബോളിസം എന്താണെന്ന് നോക്കുകയാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും, നമുക്കത് നടപ്പിൽ വരുത്താൻ പറ്റും ശാസ്ത്രീയമായിട്ട്.
അപ്പോൾ അതനുസരിച്ച് ഉടമ്പടിയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിന്നെക്കുറിച്ചൊരു കാഴ്ചപ്പാടും ഇല്ല. അതാണ് അയാൾ പറയണത്. ഞാൻ 40 വയസ്സ് വരെ ഇനി കാത്തിരിക്കണോ? അപ്പോൾ എൻ്റെ ജീവിതം എന്ത് ചെയ്യും? ഇങ്ങനെ പോയത്. അപ്പോഴേ കർത്താവിനോട് ഞാൻ നേരിട്ട് ചോദിച്ചു. കർത്താവിനോട് നേരിട്ട് ചോദിച്ചെന്ന് പറഞ്ഞു, കർത്താവേ, ഇനി 6 വർഷം കൂടി ഞാൻ പഠിച്ചൊക്കെ വരുമ്പോൾ, പിന്നെ ഒരു കല്യാണം കഴിച്ച് ഇപ്പോൾ ജോലിയൊക്കെ കിട്ടി വരുമ്പോൾ എത്ര കാലമാകും? അപ്പോൾ ജീവിതത്തിൻ്റെ പകുതി പോവും. 80 വയസ്സ് വരെയാണ് ജീവിതം എന്നുണ്ടെങ്കിലേ പിന്നെ 80 വയസ്സല്ലേ ഉള്ളു. അപ്പോൾ കല്യാണം കഴിച്ചാൽ അവന് 60 വയസ്സാകുമ്പോൾ പിള്ളേർക്ക് വല്ലതും 10-18 വയസ്സാകത്തുള്ളൂ. ഈ 18 വയസ്സുള്ളവന് 60 വയസ്സുള്ള അപ്പനെയൊക്കെ ആര് മൈൻഡ് ചെയ്യാനാണ്? വല്ല രക്ഷമുണ്ട്? ഇപ്പം തന്നെ പിള്ളേർക്ക് അമ്മമാരെ പിടിക്കാൻ നടക്കും. ഇപ്പം തന്നെ പിള്ളേർ പറഞ്ഞ് അമ്മയുടെ ഉടുപ്പ് ഷാബിയാണെങ്കിൽ PTA മീറ്റിങ്ങിന് വരണ്ടെന്ന് 6 വയസ്സുള്ള കക്ഷികളൊക്കെ പറയണ കേൾക്കുന്നത്. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് അത്ര നിസ്സാരമല്ല ഈ വിഷയം വളരെ സീരിയസാണ്. അപ്പോൾ അയാൾ കർത്താവിനോട് നേരത്തെ ഇൻട്രാക്ട് ചെയ്ത് ഈ ദൈവത്തോട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ അത് ഈസിയുമാണ്, പക്ഷേ എന്നാൽ പാടുമാണ്. കുറച്ച് ആധികാരികത വേണം നമുക്കങ്ങനെ സംസാരിക്കണമെങ്കിൽ. റിലേഷൻസ് ബേസ്ഡാണ്. ഇപ്പോൾ റിലേഷൻസ് ബേസ്ഡാണ്. ഇപ്പോൾ ചില ആൾക്കാർ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് സംസാരിക്കും. ചില ആൾക്കാർ ഓഫീസ് ത്രൂ ആണ് വരണത്. അതെന്താ കാര്യം? അവരെ ചിലപ്പോൾ ഞാനുമായിട്ട് റിലേഷൻ ബേസ് ആയിരിക്കും. എൻ്റെ അടുത്ത് വരുന്നത് ആരാണ്? ഞാൻ ഏൽപ്പിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ശുശ്രൂഷകരായിരിക്കും എൻ്റെ അടുത്ത് വരുന്നത്. ഇതുപോലെ ദൈവമായിട്ട് ദൈവത്തിൻ്റെ എന്തെങ്കിലും ശുശ്രൂഷ നീ ചെയ്യുന്നുണ്ടോ? അതൊരു സീരിയസ് വിഷയമാണ്. ദൈവത്തിൻ്റെ എന്തെങ്കിലും ശുശ്രൂഷ, നമുക്ക് അധികാരം വേണ്ടേ? കർത്താവിൻ്റെ അടുത്ത് വരാൻ അധികാരം വേണ്ടേ? നിങ്ങളെ പിള്ളേരെ വളർത്തുന്നുണ്ട്, അല്ലെങ്കിൽ വീട് വെച്ച് താമസിച്ചു പോകുന്നുണ്ട്, ഇങ്ങനെ അതൊക്കെ എല്ലാ മനുഷ്യർക്കും ചെയ്യണതാണ്. ദൈവവും അതൊക്കെ ദുഷ്ടന്മാർക്ക് വേണ്ടി പോലും ഞാൻ മഴ പെയ്ക്കുമോ ദൈവം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കഥയില്ലെന്ന് എൻ്റെ അർത്ഥം. നിൻ്റെ ഈ സാധാരണ നീ ജീവിതം ജീവിച്ച് പോകുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് നീയും ദൈവവുമായിട്ട് പ്രത്യേകിച്ച് ഒരു റിലേഷൻസിൻ്റെ ഒരു സിറ്റുവേഷൻസ് അവിടെ ഇല്ല. അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, വിശേഷവിധിയായി നീ എന്താണ് ചെയ്യണത്? 5:47 താഴെ സുവിശേഷത്തിൽ ഒരു വാക്കുണ്ടേ, നിന്നെ അഭിവാദനം ചെയ്യുന്നവരെ മാത്രം നീ അഭിവാദനം ചെയ്യുന്നുള്ളെങ്കിൽ വിശേഷവിധിയായി നീ എന്താണ് ചെയ്യുന്നത്? അപ്പം കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്താണ്? സാധാരണ മനുഷ്യർ ചെയ്യുന്നതിനേക്കാൾ നമ്മൾ കൂടുതലായി ദൈവദൈവസന്നിധിയിൽ എന്തോ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് അധികാരം ഉണ്ടാകുന്നത്. ഇപ്പോൾ അജയ് തോമസ് ചോദിക്കണ ഇതാണ്, അവൻ കർത്താവുമായിട്ട് റിലേറ്റഡാണ്. അപ്പോൾ ആ സാക്ഷ്യം കേൾക്കുമ്പോൾ അറിയാം. അമ്മയും മകനും കൂടി എന്നാൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണത്. പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൻ്റെ ഒരു ഉടമ്പടിയുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് കിണറ്റിൽ വെള്ളമില്ലാത്തതാണ്. കാര്യം നമുക്ക് നിങ്ങളെവിടെയൊക്കെ ഉള്ള ആൾക്കാരാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ ആലപ്പുഴ ഈ തീരദേശത്തെ വെള്ളത്തിൽ വലിയ പ്രശ്നമില്ല. കുഴിച്ചാൽ വെള്ളം കിട്ടും, 6 അടി കുഴിച്ചാൽ വെള്ളം കിട്ടും. പക്ഷേ കിഴക്കോട്ട് ഈ വെമ്പനാട്ട് കായലിന് കിഴക്കോട്ട് ചെല്ലുന്തോറും കുഴിച്ചാൽ വെള്ളം കിട്ടത്തില്ല. ഞാൻ ശാന്തമ്പാറ ധ്യാനിപ്പിക്കുമ്പോൾ 350 അടി താത്തിയിട്ട് വെള്ളം കിട്ടാത്തൊരു ചേടുത്തി പെമ്മക്കളെയും കൊണ്ട് നാട് വിട്ടു പോകാനും പറ്റണില്ല, അവിടെ താമസിക്കാനും പറ്റുന്നില്ല. നിലയം വിളിച്ച് മല കയറി വന്ന് ധ്യാനം കൂടുന്ന സമയത്ത് ഒരു തിരിവെഞ്ചരിച്ച് കൊടുത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. ആ തിരി തീരുമ്പോൾ തന്നെ അവിടെ കിണർ കർത്താവ് വെള്ളം ഉയർത്തിക്കൊണ്ടുവന്ന് അന്ന് ധ്യാനിപ്പിക്കാൻ പോയതാണ് ശാന്തമ്പാറ. പക്ഷേ അന്നാണ് എനിക്ക് മനസ്സിലായത്, ഈ വെള്ളമില്ലാത്തത് ഒരു സീരിയസ് വിഷയമാണ്. ഇപ്പം ചില ആൾക്കാർ സ്ഥലം മേടിക്കും, പക്ഷേ കിണർ കുത്താൻ വേണ്ടി പല ആൾക്കാർ വെള്ളം നോക്കാൻ കൊണ്ടുവരും. പക്ഷേ അവർ വെള്ളം ഉണ്ടെന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് അവർ ഈ വടി പോലുള്ള വടിയൊക്കെ എടുത്ത് കറക്കി വെച്ചും അവർ തന്നെ തലകുത്തി മറിഞ്ഞ് ബാക്കിലോട്ട് പോകും. അവിടെ നിന്ന് വരും, തെക്കുന്ന് വരും, വടക്കുന്ന് വരും, വൈ പോലുള്ള വടിയും കറക്കി വന്നിട്ട് അവർ തന്നെ തലകുത്തി മറിഞ്ഞ് താഴേക്ക് പോകും. അപ്പോൾ നമ്മൾ ഇവിടെ വെള്ളമുണ്ട്. അയാൾ അഭ്യാസം കാണിക്കണതാണ്. നമ്മുടെയൊക്കെ ഒന്ന് 250 രൂപ മേടിച്ചിട്ട് വണ്ടി വിടും അയാൾ, പിന്നെ അയാളെ കാണത്തില്ല. അപ്പോൾ ഇങ്ങനെ കുറേ അഭ്യാസക്കാരുണ്ട് വെള്ളം നോക്കാൻ തന്നെ. ഇങ്ങനെ ചില നമ്മൾ പെട്ടുപോകും. അപ്പം അങ്ങനെ വെള്ളം നോക്കിയിട്ട് നമ്മൾ കുഴിച്ച് ചെല്ലുമ്പോൾ അവിടെ വെള്ളം ഉണ്ടാകത്തില്ല. ഇതൊരു നിസ്സാര കാര്യമല്ല ശരിക്കും. അപ്പോൾ അജയ് വന്ന് വെച്ചും പറഞ്ഞു, അജയ് ഉടമ്പടി വെച്ചിരിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമില്ല എന്ന്, കിണറ്റിൽ വെള്ളമില്ലെന്ന്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ നിധിയെല്ലാം അവരിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ജ്ഞാനമെന്ന് പറയുന്നത് ഇവന് വെള്ളമുണ്ടാക്കാൻ എന്താണ് മാർഗം,
അതിനിവരെന്താണ് ചെയ്യേണ്ടത്? അതാണ് ജ്ഞാനം. ക്രിസ്തുവുമായി നിങ്ങൾ ഐക്യപ്പെടുമ്പോൾ ഈ ജ്ഞാനം നമുക്ക് അപ്ലോഡ് ചെയ്ത് തിരിച്ചു തരും. വാട്ട് യു ഷുഡ് ഡു നൗ. നിനക്ക് വയസ്സിപ്പോൾ 32, നിനക്ക് ജോലി കിട്ടുമ്പോൾ 40, അപ്പോൾ പിന്നെ പെണ്ണ് കിട്ടാൻ സാധ്യതയില്ല. വാട്ട് ഷുഡ് യു നൗ. നീ ഇപ്പോൾ എന്ത് ചെയ്യണം? ഇത് അവന് മാത്രമല്ല, എല്ലാവർക്കും കർത്താവ് പകർന്നു കിട്ടും. എല്ലാം എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്, നീ ചെയ്യേണ്ടത് എന്താണെന്ന് അവിടെ ചെല്ലുമ്പോൾ നിനക്ക് അറിവ് തരുമെന്ന് കർത്താവ് പറഞ്ഞില്ലേ? അതുപോലെ ഓരോ സ്പോട്ട് ചെല്ലുമ്പോൾ ദൈവം നമുക്ക് ഈ ജ്ഞാനം എല്ലാത്തും എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എല്ലാം ദൈവത്തിന് അറിയാം. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായത്, അവരൊരു കമ്പനി നടത്തുകയാണ്. അതിപ്പം വലിയ കടവാണ്. കോവിഡ് വന്നപ്പോൾ ഓണർ മരിച്ചു. പക്ഷേ 15 ലക്ഷം രൂപ ആ കമ്പനിയിൽ ഇവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റുണ്ട്, ഷെയറുണ്ട്. ആ ഷെയർ മാനേജറിൻ്റെ കൊടുത്തിരിക്കുകയാണ്. ആ മാനേജർ ആ ഷെയർ, ഇവരുടെ ഷെയർ കൂടി വാങ്ങിച്ചുകൊണ്ടാണ് ഈ കമ്പനി നടത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷേ കോവിഡ് വന്നപ്പോൾ കമ്പനി അടച്ച് മാനേജരും ടെൻഷൻ കൊണ്ട് ഈ കടം കൊണ്ട് മരിച്ചുപോയി. അപ്പോൾ ഈ മാനേജരും മരിച്ച് പിന്നെ എന്താ അവർക്ക് സംഭവിച്ചത്? അവരുടെ കാശും പോയി. എന്ത് ചെയ്യും? അപ്പോൾ ഇവിടെയും ജ്ഞാനമാണ് വർക്ക് ചെയ്യേണ്ടത്. അവരൊന്ന് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ അത് സാക്ഷ്യം നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു ജ്ഞാനമില്ല. ഇവരെങ്ങനെ രക്ഷപ്പെടും? നമ്മൾ വാവിളിച്ച് പോകും. ഇവരെങ്ങനെ രക്ഷപ്പെടാണ്? ഇവരുടെ കാശ് 10 ലക്ഷം രൂപ മാനേജറിൻ്റെ അടുത്ത് പോയാൽ അതിന് കണക്കുമില്ല. ആ കമ്പനി പൂട്ടിക്കിടക്കുകയാണ്. ഇനി ഇപ്പോൾ കോവിഡ് കാലത്ത് ഇവർക്ക് അതിനിടയ്ക്ക് ഇതും വന്നു, ഒമിക്രോണും വന്ന് പോരെ, കാശാ പോയി, പിന്നെ ഒമിക്രോണും വന്ന്, കോവിഡ് വന്ന്, മാനേജർ മരിച്ച്. ഈ ആൾ എങ്ങനെ രക്ഷപ്പെടാനാണ്? പക്ഷേ ഇതിനും എന്താണ് ജ്ഞാനത്തിൻ്റെയും ഇവരെങ്ങനെ രക്ഷപ്പെടണമെന്നുള്ള ഇവർ രക്ഷപ്പെടാനുള്ള ഒരു ഫോർമുല ദൈവത്തിനുണ്ടാകുമല്ലോ. എല്ലാവരെയും രക്ഷപ്പെടുത്താനുള്ള ഫോർമുല ദൈവത്തിൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ് കുരിശ്. കാര്യം ലോകം മുഴുവനും പാപത്തിൽ അകപ്പെട്ടു പോയാലും അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ദൈവത്തിൻ്റെ കയ്യിൽ ഫോർമുല ഉണ്ട്. അതാണ് കുരിശെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അത് എൻറ്റയർ ഗ്ലോബ് യൂണിവേഴ്സലായിട്ടാണ് അങ്ങനെ ഒരു ഫോർമുല സൊല്യൂഷൻ ഉണ്ടെങ്കിലും നിൻ്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടി മാത്രം നീ രക്ഷപ്പെടാൻ, നിൻ്റെ കുടുംബം രക്ഷപ്പെടാൻ, നിൻ്റെ മക്കൾ രക്ഷപ്പെടാൻ വേണ്ടി മാത്രം ദൈവത്തിൻ്റെ അടുത്ത് ജ്ഞാനമുണ്ട്. അതാണ് കൊളോസ്യസ് 3:2-3 ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി അവനിലാണ് അവൻ ഒളിഞ്ഞു കിടക്കുന്നു. അപ്പോൾ ഈ യു മസ്റ്റ് ഡിഗ് ഇറ്റ്. അതായത് വെറുതെ ചെന്ന് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി അലമാരി ഇരിക്കണം എന്നല്ല പറയണത്, ഒളിഞ്ഞു കിടക്കണം എന്നാണ് പറയണത്. അപ്പം നമ്മൾ പ്രാർത്ഥന കൊണ്ടും കമ്മിറ്റ്മെൻറ്റ് കൊണ്ടും നമ്മളിത്, ഈ സ്ത്രീ അങ്ങനെ ഒരു സ്ത്രീയാണ്. അവർ പറഞ്ഞ് അമ്മയെടുത്ത് ഇതിനൊക്കെ വഴിയുണ്ട്, അമ്മ ഈശോയോട് ചോദിച്ച് എന്നെ സഹായിക്കണം, എനിക്കാരുമില്ല ഇത് പറഞ്ഞു തരാനും തിരക്കാനും ഒക്കെ. ഇതാണ് ഡയലോഗ് എന്ന് പറയണത്. അത് തന്നെയാണ് ഈ അജയ് തോമസും ചെയ്തത്. എനിക്ക് വയസ്സ് 32, ഞാൻ പുറത്തിറക്കുമ്പോൾ 40 വയസ്സ്. അപ്പം പെണ്ണ് കെട്ടുവന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല. നീ അത് തീരുമാനിക്കണം. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ദൈവത്തോട് ഡയലോഗ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഈ അധികാരം ഇവരെങ്ങനെ ഒപ്പിച്ചെന്ന് നമ്മൾ അറിയണം. അധികാരം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. ആത്മബന്ധം കുറച്ച് കഴിയുമ്പോൾ അധികാരമായിട്ട് മാറും. ആത്മബന്ധമായിട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. വിശ്വാസത്തിൽ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ആദ്യം ഒരു അവിശ്വാസമായിരിക്കും ഉണ്ടാകുന്നത്, പിന്നെ വിശ്വാസം, പിന്നെ അതിജീവിത വിശ്വാസമുണ്ട്. സാധാരണ ക്ലേശങ്ങൾ അതിജീവിക്കുന്ന, ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ, കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടായിരുന്നു 1 പത്രോസ് 1:7. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അതായത് ഒരു പരീക്ഷയെ നമ്മുടെ വിശ്വാസം അതിജീവിച്ചാൽ അതിന് പിന്നെ അതിൻ്റെ മൂല്യം കൂടും. അതാണ് അതിജീവിത വിശ്വാസം എന്ന് പറയുന്നത്. ഒരു പരീക്ഷയെ നമ്മൾ അതിജീവിച്ചെന്ന് വിചാരിച്ചോ, പലതരത്തിലുള്ള പരീക്ഷകൾ നമുക്കുണ്ടാകും. ചിലപ്പോൾ നമ്മൾ പുണ്യമൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും, പക്ഷെ നമുക്ക് രോഗങ്ങൾ, നല്ല നിർണായകമായ സമയത്ത് നമുക്ക് രോഗങ്ങൾ വരും. ചിലർക്ക് ചില പരീക്ഷ എഴുതാൻ പറ്റാതെ വരും. ചിലർക്ക് ചില കല്യാണം തന്നെ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് വെച്ച് കല്യാണം വിട്ടുപോകും. അപ്പോൾ നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ച് ഒരുങ്ങി മനസ്സമ്മതം നടത്തി എല്ലാവരും അറിയിച്ചിട്ട് ഇപ്പോൾ കല്യാണം വിട്ടുപോയാൽ പിന്നെ അവർ പ്രാർത്ഥിക്കത്തില്ല. അതാണ് പരീക്ഷ എന്ന് പറയുന്നത്. ഞാൻ ഇത്രയും കപ്പിനും ചുണ്ടിനും വന്ന കല്യാണം വിട്ടുപോയില്ല, ഇനി എന്നായി, അത് ദൈവത്തിന് വിളിക്കാനാണ്, ഞാൻ നിർത്തിയെന്ന് പറയും.
അതാണ് പരീക്ഷ എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു പരീക്ഷ ഉൾപ്പെട്ടെങ്കിലും നീ പിന്നെ അതിനെ അതിജീവിച്ച് വിശ്വാസം പ്രഖ്യാപിച്ചാൽ നിൻ്റെ വിശ്വാസത്തിന് മൂല്യം ഉണ്ടാകും. അതിജീവിത വിശ്വാസം. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, എന്തെങ്കിലും നമ്മൾക്ക് അർഹമായ കാര്യങ്ങൾ പ്രാർത്ഥനയുണ്ട്, അല്ലെങ്കിൽ അത് അർഹമായ കാര്യങ്ങൾ കിട്ടേണ്ടതാണ്. നമുക്ക് അർഹമായത് കിട്ടാതിരിക്കുകയും അനർഹർക്ക് അത് കിട്ടുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരു വിഷമമുണ്ടാകും. അപ്പോൾ വിഷമമുണ്ടാണ് സ്വാഭാവികമാണ്. പക്ഷെ അത് പ്രാർത്ഥനയെ ബാധിക്കുന്നില്ല എങ്കിൽ നിൻ്റെ വിശ്വാസം അതിജീവിച്ച വിശ്വാസമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? നിനക്ക് അർഹമായത് കിട്ടിയില്ല, അനർഹരായിട്ടുള്ള ആൾക്കാർക്ക് അത് കിട്ടി. അത് സ്വാഭാവികമായിട്ട് ഈ ലോകത്ത് നടക്കുന്ന കാര്യമാണ്. പക്ഷെ അത് നിൻ്റെ പ്രാർത്ഥനയെ ബാധിച്ചിട്ടില്ലെങ്കിൽ എന്നാത്തിന് പ്രാർത്ഥിക്കാൻ, അപ്പോൾ ഇതില്ല, പിന്നെ ലോകത്ത് പ്രാർത്ഥിക്കുന്നവരൊക്കെ രക്ഷപ്പെട്ടത്. എൻ്റെ അവസ്ഥ ഇത് തന്നെ കണ്ടില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പള്ളിയിൽ നിന്ന് മാറാൻ നടക്കുന്ന ആളാണ്. പക്ഷേ എന്നാ പറ്റി, ഇപ്പം നമുക്ക് ഭാവി ചെന്നേരം പാതാടാളെന്ന് പറഞ്ഞാൽ പട്ടി എന്ന സ്ഥലത്ത് പടിവാതിൽ തുറക്കണമെന്ന് പറഞ്ഞ പോലെ അവസ്ഥയാണ്. നാട്ടുകാരുടെ കുറേ വർത്തമാനങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും ഇവർക്കിട്ടൊന്ന് കർത്താവ് തോണ്ടിയാൽ മതി, അപ്പോൾ വായിന്ന് പഴമൊഴി തന്നെ കാണാം, ഭാവി ചെന്നേരം പാതാളം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദൈവത്തിനെ ആക്കിക്കളയും. ഇവിടെയാണ് വിഷയം വരുന്നത്. ചില ആൾക്കാർ മിണ്ടത്തില്ല. കർത്താവ് ഇതിനേക്കാളും ഇതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് എൻ്റെ ദൈവത്തിന് അറിയാം. അവരുടനെ അതിൽ വിശ്വാസം പ്രഖ്യാപിക്കും. അതാണ് അതിജീവിത വിശ്വാസം എന്ന് പറയണത്. അതായത് ഇഷ്യൂസ് വന്നു, നമുക്ക് ന്യായമായി കിട്ടേണ്ടത് നമുക്ക് കിട്ടിയില്ല, പക്ഷേ ഒരു പ്രാർത്ഥനയില്ലാത്ത ആൾക്കാർക്ക് അത് കിട്ടുകയും ചെയ്തു, നമ്മളത് കാണുകയും ചെയ്താണ്. അവരുടെ പത്രാസ് നമ്മൾ കാണുകയും ചെയ്യുമ്പോൾ നമുക്കൊരു കുലുക്കവുമില്ല. നമ്മൾ വിശ്വാസം പ്രഖ്യാപിക്കണമെങ്കിൽ ആ വിശ്വാസത്തിന് മൂല്യം ഉണ്ടാവും. ഈ മൂല്യം ഉള്ള വിശ്വാസം കൂടുന്നതനുസരിച്ചുകൊണ്ട് ആധികാരികത വളരും. ആധികാരികത എന്ന് പറയണത്, ഇപ്പോൾ ഇവർ തന്നെ ഒരു ഐജി തോമസ് എന്താ ചെയ്യുന്നത്, കർത്താവിനോട് സംസാരിക്കുകയാണ്. 32 വയസ്സായല്ലോ, ഇനി 40 വയസ്സിലാണ് ഞാൻ പാസ് ഔട്ട് ആകണമെങ്കിൽ എനിക്ക് പെണ്ണ് കിട്ടുമോ, എനിക്ക് ജോലി അപ്ലൈ കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ എത്ര കാലം കൂടി ജീവിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ നിൻ്റെ ജീവൽ പ്രശ്നങ്ങൾ നീ നിൻ്റെ സൃഷ്ടാവുമായിട്ട് നീ ഷെയർ ചെയ്യേ. അത് ഷെയർ ചെയ്യണത്, ഇവനത് ഷെയർ ചെയ്താൽ ദൈവം കേൾക്കും. എന്താ കാര്യം, ഇവൻ റിലേഷൻസ് ഉണ്ട്. അതാണ് വിഷയം. ഉടമ്പടി എന്ന് പറയണത് റിലേഷൻ ഇല്ലാത്തവർക്ക് റിലേഷൻ ഉണ്ടാക്കുകയും ഉള്ള റിലേഷൻ ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യണതിനാണ് ഉടമ്പടി വെച്ചിരിക്കുന്നത്. ഉടമ്പടിയുടെ പ്രേരണ പ്രശ്നം അതാണ്. റിലേഷൻ ഇല്ലാത്ത ആൾക്കാർ ഇതോടുകൂടി റിലേഷനിലാകും ദൈവവുമായിട്ട്. റിലേഷൻ ഉള്ളവരുടെ റിലേഷൻ ബൂസ്റ്റ് ചെയ്യപ്പെടും. അതാണ് അജീവ് ചെയ്തിരിക്കുന്നത്. അവന് പെട്ടെന്ന് കർത്താവ് നമുക്ക് കൊളോസ്യസ് 2:3 അനുസരിച്ചുകൊണ്ട് ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെയും നിധി അവനല്ലേ ഒളിഞ്ഞു കിടക്കുന്നത്. ഇവനെ രക്ഷപ്പെടുത്താനുള്ള മാർഗം കർത്താവിൻ്റെ കയ്യിലുണ്ടല്ല. കർത്താവിനോട് പറഞ്ഞ് നീ ജർമ്മൻ ടെസ്റ്റ് എഴുതിക്കൊള്ളാൻ പറഞ്ഞു, B2 ടെസ്റ്റ് എഴുതാൻ പറഞ്ഞു. അപ്പോഴവൻ പറഞ്ഞില്ല, അവൻ ഇപ്പോൾ എനിക്ക് 2 മാസത്തിൽ ഈ വർഷത്തിലാണ് 2 വർഷത്തിനുള്ളിൽ ജോലി സെറ്റാകും. ജർമ്മനി എനിക്ക് ജോലി ശിക്ഷ. അപ്പോൾ 6 വർഷം എൻ്റെത് കുറഞ്ഞ്, 6 അല്ല 8 വർഷം കുറഞ്ഞ്. എന്നിട്ട് അജയ് എങ്ങോട്ടാണ് പോണത് ഇത് പറഞ്ഞുകൊണ്ട്? ഉടമ്പടി സമയ ചുരുക്കത്തിൻ്റെ പ്രാർത്ഥനയാണ്. എൻ്റെ 40 വയസ്സ് കർത്താവ് 34 ചുരുക്കി തന്നു. അത് പറയാൻ വേണ്ടിയാണ് ഇവർ ഇത്രയും പറയണത്. എന്ന് വെച്ചാൽ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ വിഷയവും ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ സംഭവം സംസാരിക്കുന്നത്. അല്ല ഇതൊക്കെ ആനുഷംഗികമായിട്ട് ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചതെന്നല്ല പറയണത്. ഇതെല്ലാം ബോധമുണ്ട് അവന്. കാര്യം ഇതെല്ലാം ക്രിസ്തു എന്ന് പറയുന്നൊരു ബോധത്തിൽ നിന്നുകൊണ്ടാണ്, ആക്സസിൽ നിന്നുകൊണ്ടാണ് വിഷയങ്ങളെ അവൻ സമീപിക്കുന്നത്. ഇതൊരു വിശ്വാസി ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമാണ്. അപ്പോൾ പെട്ടെന്ന് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ അമ്മയും മകനും കൂടി പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞ് ഇത് 7 നിങ്ങളെ മുറിയിൽ നിന്നുകൊണ്ട് കിണറ്റിൽ വെള്ളമില്ലാത്തതിന് മുറിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ കിണറ്റിൽ പോയിരുന്നുകൊണ്ട് അതിൻ്റെ ചുറ്റും ജെറീക്കോ പ്രാർത്ഥന എല്ലാം പറഞ്ഞു. ഉടനെ അമ്മയും മകനും കൂടി ജെറീക്കോ പ്രാർത്ഥന എല്ലാം പറഞ്ഞു. വെള്ളമില്ലാത്ത 400 അടി താഴെ അടിച്ചുള്ള കിണറാണ്. അതിൻ്റെ ചുറ്റും പോയിരുന്നുകൊണ്ട് ഇവർ ജെറീക്കോ പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുകയാണ്. ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം ചൊല്ലി അങ്ങനെ വീണ്ടും വന്ന് ഇവർ പിറ്റേ ദിവസം പ്രത്യക്ഷീകരണ പ്രാർത്ഥന. പിന്നെ അവർ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണത്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തീരും, നന്നായിട്ട് സമാധാനം എടുത്ത് ചെല്ലാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അമ്മയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നെയായാലും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് മാതാവിൻ്റെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഉടമ്പടി പോലും വന്നിരിക്കുന്നത്. ഉടമ്പടി ഇത്രയും അനുഗ്രഹങ്ങൾ ആൾക്കാരെ കിട്ടാൻ കാരണം പ്രത്യക്ഷീകരണത്തെ സ്ഥിരീകരിക്കാൻ വേണ്ടിയുള്ള ദൈവിക നടപടികളാണ്. അപ്പോൾ ഉടമ്പടിയിൽ നീ വെച്ചിരിക്കുന്ന ഉടമ്പടിയിൽ നിനക്ക്
ഹെവി ഡ്യൂട്ടിയുള്ള അനുഭവങ്ങൾ കിട്ടേണ്ടത് നമ്മുടെ മാത്രം കാര്യമല്ല, ദൈവത്തിൻ്റെ കൂടി കാര്യമാണ്. എന്താണ്? അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കാനും സഭ അത് പഠിക്കാനും ഈ സാക്ഷ്യമാണ് സഹായിക്കേണ്ടത്. അതുകൊണ്ടാണ് വലിയ വലിയ കാര്യങ്ങൾ കർത്താവ് ഉടമ്പടി വഴി ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യം ഇതാണ്. അപ്പോൾ അജയ് എന്ത് ചോദിച്ചാൽ, അജയ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്താ ചെയ്യണത്? അമ്മയും മകനും കൂടി എല്ലാ ദിവസവും കിണറിൻ്റെ ചുറ്റും പോയി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. ഇത് എവിടുന്ന് പറഞ്ഞു കൊടുത്തു? ആര് പറഞ്ഞു കൊടുത്തു? ജോസഫച്ച പറഞ്ഞു കൊടുത്താ? ഞാനവനെ കണ്ടിട്ട് കൂടിയില്ല. പിന്നെ ഇവിടുത്തെ കൗൺസിലേഴ്സ് പറഞ്ഞു കൊടുത്താ? ഇല്ല. കൗൺസിലേഴ്സ് കോമൺ തിങ്സേ പറയത്തുള്ളൂ. പർട്ടിക്കുലർ തിങ്സ് എങ്ങനെ വരുന്നതാണ്? പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇതാണ് കൊളോസ്യസ് 2:3. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവന് നിക്ഷിപ്തമായിരിക്കുന്നു. ഈ ജ്ഞാനമാണ് ഇവന് കൈമാറി കൊടുത്തിട്ട് പറയുന്നത്, നീ ഇത് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? കിണറ്റിന് ചുറ്റും പോയി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുക. കിണറ്റിന് ചുറ്റും 1-ാം ദിവസം ചൊല്ലി, 2-ാം ദിവസം ചൊല്ലി, 3-ാം ദിവസം ചൊല്ലി. അജയ് പറയുകയാണ്, 7-ാമത്തെ ദിവസം 7-ാമത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശ വിസ്ഫോടനം ഉണ്ടായെന്നാണ്. ഒക്കെ പറയണ കേൾക്കാൻ രസമാണ്. ഈ അഭ്യസ്ത വിദ്യനെ എന്ത് മനോഹരമായിട്ടാണ് ദൈവത്തിനെ പ്രഘോഷിക്കുന്നത്. അതായത് ആകാശ വിസ്ഫോടനം എന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇടിവെച്ചുകൊണ്ട് മഴയാണ്. പിന്നെ അവൻ പറയണത്, ഞങ്ങളുടെ കിണർ പിന്നെ ഒരിക്കലും വെള്ളം വറ്റിയിട്ടില്ലെന്നാണ്. അതിലെ എല്ലാത്തിൻ്റെയും ഒരു നോഹൗ, എല്ലാത്തിൻ്റെയും നോഹൗ ഇത് ജ്ഞാനസൂത്രങ്ങൾ ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ നിൻ്റെ കുടുംബം എങ്ങനെ രക്ഷപ്പെടാം? കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അതായത് അവിടെ മുന്നാധാരം ഇല്ല, അവർക്ക് ഭാഗ ഉടമ്പടി ചെയ്യണം, പക്ഷേ മുന്നാധാരം വേണം. അപ്പോൾ നിങ്ങൾക്ക് മുന്നാധാരം ഇല്ലെങ്കിൽ വലിയ കഥയാണോ ഇത്? വലിയ കഥയൊന്നുമില്ലല്ലോ. ആൾക്കാർ മുന്നാധാരമൊക്കെ ഈ ആധാരം ഇപ്പം നിലവിലിരിക്കുന്ന ആധാരം ആർക്കെങ്കിലും 5 സെൻറ്റ് കൊടുത്ത് അതിന് ആധാരം നമ്മുടെ നാട്ടിൽ തന്നെ ഷെയറായിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുത്ത് അതിനൊരു ആധാരം ഉണ്ടാക്കിയെടുത്തൊക്കെ ആൾക്കാർ പല പരിപാടിയൊക്കെ ചെയ്യും. ആദ്യ പരിപാടി ബന്ധം ഉണ്ടെങ്കിൽ പല പരിപാടിയും ചെയ്യാൻ പറ്റും. പക്ഷേ അതൊന്നും ചിലപ്പോൾ ഗവൺമെൻറ് ചില സമയത്ത് വൃത്തിമെനയുള്ള പൊക്കോരവും ചെല്ലുമ്പോൾ ഇതെല്ലാം പിടുത്തം പിടിക്കും. അതല്ല സംഭവം. ഇതൊന്നും അല്ല ഇതിൻ്റെ വിഷയം. ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് 10-75 കൊല്ലമായിട്ട് പൊക്കോര് ചെയ്യാത്ത സ്ഥലമാണ്. അത് ഭാഗ ഉടമ്പടി ചെയ്യാത്ത സ്ഥലമാണ്. ഓരോ ആൾക്കാർക്ക് അവരവരുടെ അത് ഭാഗം വെച്ച് കൊടുക്കണ്ടേ? അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുന്നാധാരം വേണം. അത് 75 കൊല്ലം മുമ്പുള്ള മുന്നാധാരമാണ്. അത് കാണാനില്ല. പല വീട്ടുകാരൊക്കെ ഇല്ല, തറവാട്ടിൽ നിന്നൊക്കെ ഓരോരുത്തർ പോകുമ്പോൾ മാറി മാറി താമസിക്കുമ്പോൾ ഓരോ അണ്ണന്മാരുടെ കയ്യിലാകും. ആ അണ്ണന്മാരെ മരിച്ചു പോകുമ്പോൾ അവരുടെ ജീവിത പങ്കാളികൾ വേറെ വല്ല നാട്ടിൽ നിന്ന് കെട്ടി വന്നായിരിക്കും. അവർക്ക് മുന്നാധാരം എന്താണ് പിന്നാധാരം എന്താണെന്നൊക്കെ അവർക്കൊരു പിടി കിട്ടുക. ചിലപ്പോൾ എലിയും കുറണ്ട് കാണാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കേസ് കെട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഭാഗോടമ്പടി നടക്കാത്ത കാരണം ആ തറവാട്ടിൽ താമസിക്കുന്നവർക്ക് വീട് വിൽക്കാനോ വീട് വെക്കാനോ ലോൺ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. വെറുതെ ഉറഞ്ഞ തറവാട്ടിൽ മുടിഞ്ഞ ജീവിതമായിട്ട് നടക്കുകയാണ്. അപ്പോൾ അമ്മ എടുത്തുകൊണ്ട് അമ്മയെ തറവാട്ടിൽ ഭാഗോടമ്പടി ചെയ്യാൻ പറ്റണില്ല, മുന്നാധാരം ഇല്ലാത്ത കൊണ്ട് ഒന്നും നടക്കണില്ല. അപ്പൂപ്പന്മാരുടെ കാലം തൊട്ട് മുന്നാധാരം തിരക്കനായിട്ട് കേട്ടു, ഇന്നുവരെ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉടമ്പടി വെച്ചു. ഉടമ്പടി വെച്ച് ഒറ്റ ആഴ്ചക്കുള്ളിൽ മുന്നാധാരം കിട്ടി. അത് സാക്ഷ്യമാണ് ഇപ്പോൾ കിടക്കുന്നത്. നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. ഉടമ്പടി വെച്ച് അത് 75 കൊല്ലം കാണാത്ത മുന്നാധാരം ഒറ്റ ആഴ്ചക്കുള്ളിൽ കിട്ടുകയും അടുത്ത ആഴ്ച ഈ സംഭവം പോക്കൂറ് ചെയ്ത് മാറ്റുകയും ഇത്രയും സ്പീഡാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധിയെല്ലാം അവനിലുണ്ട്. പക്ഷേ ഉടമ്പടിയിൽ എന്താ ചെയ്യണത്? അവൻ്റെ ഈ ജ്ഞാനം അല്ലെങ്കിൽ അവൻ്റെ ഈ അറിവ്, വിലപ്പെട്ട അറിവ്, ഇത് നിനക്ക് കൈമാറിത്തരാൻ ചിലപ്പോൾ നിന്നേക്കാൾ ഭക്തിയും വിശ്വാസവും ഉണ്ടായിരുന്നത് ആ കുടുംബത്തിൽ വേറെ ആൾക്കാർ മരിച്ചുപോയി കാണും. അവർക്ക് കൊടുക്കാത്ത സാധനം നിനക്കെങ്ങനെ തരും? ഞാൻ പറഞ്ഞ നിങ്ങളൊക്കെ മനസ്സിലാക്കില്ലേ? ഈ 75 കൊല്ലമായിട്ട് കിട്ടാത്ത മുന്നാധാരമാണ് അത്. ഇപ്പോഴും വന്നിരിക്കുന്ന അവിടെ കെട്ടി കല്യാണം കഴിച്ച് വന്നിരിക്കുന്ന ചേട്ടത്തി അവിടെ താമസിക്കുമ്പോൾ ഉറഞ്ഞ വീടാണ്. അതിനകത്ത് നിലവിൽ പാമ്പും പഴുതാരയും എല്ലാം കയറിയിട്ട് അവർ അനങ്ങാനും പാടില്ല. ഇതിന് ഭാഗോടമ്പടി ചെയ്യണമെന്നുണ്ടെങ്കിൽ മുന്നാധാരം വേണം. അപ്പോഴേ ഇപ്പം വന്നിരിക്കുന്ന ആളിനെ അവിടെ ജീവിച്ച് താമസിച്ചിട്ട് എത്രയോ മനുഷ്യരോട് ജീവിച്ച് താമസിച്ചു അവർക്ക് കൊടുക്കാത്ത മുന്നാധാരം ഈ ചേട്ടത്തിക്ക് കൊടുക്കണമെന്ന് എന്താ നിർബന്ധം? കിട്ടാൻ നിർബന്ധമില്ല. കിട്ടാനുള്ള കാരണം എന്താണ്? അമ്മ അത് വിഷയം ടേക്കപ്പ് ചെയ്യണതുകൊണ്ടാണ്. ഉടമ്പടിയിൽ നിൽക്കണം, മധ്യസ്ഥ നിൽക്കണം ആരാണ്? അമ്മയാണ്.
അമ്മ ഈ വിഷയത്തിൽ ടേക്കപ്പ് ചെയ്യുമ്പോൾ ഏതെങ്കിലും വിധേന ആ മുന്നാധാരം ഇവിടെ മുന്നിലേക്ക് അമ്മ എത്തിക്കും. പക്ഷേ ഇത്രയും വലിയൊരു സംഭവമാണ് ഉടമ്പടി എന്നുള്ളത് ബോധം വെച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും ഈ ഉടമ്പടി ധ്യാനം അപ്ഡേഷൻ ചെയ്ത് എല്ലാ ചൊവ്വാഴ്ചയും നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടി ഷെയർ ചെയ്യണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മനുഷ്യരുടെ ജീവിതങ്ങളെ സുവിശേഷ വിഹിതമായി വിശ്ലേഷിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കീറാമുട്ടിയായിട്ട് കിടക്കുന്ന അവസ്ഥകളെ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ളത് വെളിപാട് പോലെ ഇതിൻ്റെ നിന്ന് കിട്ടും. പിന്നെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ രോഗശാന്തി, അങ്ങനെ പല കാര്യങ്ങളും ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് ദൈവം ആൾക്കാരിലേക്ക് പ്രവർത്തിപ്പിക്കുന്നത്. ഇപ്പോഴെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യന് ഉടമ്പടിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നത്. വെള്ളം, ജോലി. എനിക്ക് രസമുള്ളത് പറഞ്ഞത് അവരുടെ അമ്മ രണ്ടും കൂടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അമ്മയുടെ മനസ്സിലൊരു ചിന്ത എന്താണെന്ന് വെച്ചാൽ ഈ അജയ് എന്ന് പറയുന്ന ആളിന് തോളിലൊരു മുഴ, അങ്ങനെ ഷവ് പോലെ ഇങ്ങനെ അപ്പോൾ ഉടുപ്പിടുമ്പോൾ ഷർട്ടിടുമ്പോൾ ഇങ്ങനെ വലുതായിട്ട് കാണാം. അപ്പം അതുകൊണ്ട് ഇവർ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ അമ്മയ്ക്ക് പെട്ടെന്നൊരു ബോധം എന്താണ്, ഉടമ്പടി തൈലമെടുത്ത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറേ കാര്യമുണ്ട്. പ്രാർത്ഥന ചെല്ലുന്ന സമയത്താണ് സംഭവം കാണുന്നത്. ഒന്നെങ്കിൽ അമ്മ ഇവിടെ പുറകിലാണ് നിൽക്കുന്നത്, അപ്പോൾ ഇവൻ മുമ്പിലാണ് നിന്നിട്ടുള്ള പ്രാർത്ഥനയ്ക്ക്. അവൻ ചെറുപ്പക്കാരൻ, സാധാരണ പിള്ളേരെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ മുമ്പിൽ നിന്ന് എങ്ങനെ ഈ ചെറുപ്പക്കാരൊക്കെ മാറി സൈഡിലോട്ട് പോകുന്നതാണ്. വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവ മുമ്പേ നിൽക്കുന്നു, അമ്മ പുറകെ നിൽക്കുന്നു. അമ്മ മുമ്പ് നിൽക്കുമ്പോൾ അമ്മയോട് കർത്താവ് പറഞ്ഞ് ഇവൻ്റെ മുറിവില്ലേ, ഇവൻ്റെ ഈ മുഴയില്ലേ, അത് ഒരിടത്തും കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. നീ ഇപ്പം തന്നെ ഉടമ്പടി തൈലം എടുത്തിട്ട് അവൻ്റെ ആ മുഴയിലൊന്ന് തൊടാൻ പറഞ്ഞ് കുരിശിടും. അജയുടെ സാക്ഷ്യം പറയുന്നതിൽ അമ്മ ആ മുഴയിൽ കുരിശിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തീ കത്തി ഇറങ്ങുന്നത് പോലൊരു ഫീലാണ്. ഞാൻ നോക്കുമ്പോൾ തപ്പി നോക്കുമ്പോൾ അവിടെ മുഴയില്ലെന്ന്. ഇത്രയും സ്പീഡാണ് വിഷയം, ഓരോ വിഷയങ്ങൾ. പക്ഷേ നമുക്ക് മനസ്സിലാകണത് എല്ലാത്തിനും മുഴകളായാലും ശരി, പാകോടമ്പടി ആയാലും ശരി, കിണറ്റിലെ വെള്ളമായാലും ശരി, ഉടമ്പടിയിൽ ഇതിനെല്ലാം പരിഹാരമുണ്ട്. പക്ഷേ ഇതിൻ്റെ ടെക്നിക്സ് ഇത് നിന്നോട് പറയാൻ വേണ്ടി മാത്രം ദൈവവുമായിട്ട് നിനക്ക് ഒരു റിലേഷൻസ് ഉണ്ടാകണം. അതാണ് ഞാൻ അവരെ ഉക്രൈൻകാരെ പറഞ്ഞത്. അവർ മരണത്തെ മുഖത്തോട് മുഖം കാണുമ്പോഴും വിശ്വാസത്തെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതാണ് അവരാ സമയം. അപ്പം അത് ചില ഈ സമയത്താണ് വലിയ വില നമ്മുടെ വിശ്വാസം പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മൂല്യം, വ്യക്തിയുടെ മൂല്യം വർദ്ധിക്കും. വ്യക്തിയുടെ മൂല്യം എവിടെ വർദ്ധിക്കും? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ മൂല്യം വർദ്ധിക്കും. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ മൂല്യം വർദ്ധിപ്പിക്കണമെങ്കിൽ വചനാധിഷ്ഠിതമായ ചില കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ വചനത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഇപ്പോൾ മൂല്യം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ മാർത്ത കർത്താവിനെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പലതരം കറി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതൊന്നും കൗണ്ട് ചെയ്യണില്ല കർത്താവ്. ഇതൊക്കെ ആവശ്യമുള്ളതായിട്ട് പറയണില്ല. ദൈവത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ദൈവത്തിന് കൂടി അത് ആവശ്യമുള്ളതായിട്ട് തോന്നണം. അതുകൊണ്ടാണ് 10:42 ലൂക്കാസ് വിശേഷം പറയണത്, മാർത്ത നീ വലിയ പല കാര്യങ്ങളെക്കുറിച്ച് നീ ഉത്കണ്ഠാകുലയാണ്, ആവശ്യമുള്ള കാര്യം ഒന്ന് മാത്രമേ ഉള്ളെന്ന്. മറിയം ആ നല്ല ഭാഗം തിരഞ്ഞെടുത്തെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് മൂല്യമുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വചനാധിഷ്ഠിതമായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. വചനത്തിന് സാക്ഷ്യം വഹിക്കുക, വചനമനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ സാക്ഷ്യം വഹിക്കുക. ക്രിസ്തുവിനെ ഒരു നിധിയായിട്ട് കണ്ടില്ലെങ്കിൽ വേറെ പലതിനെയും നമ്മൾ നിധിയായിട്ട് കാണേണ്ടി വരും. ദാറ്റ് ഇസ് മൈ പോയിൻറ്റ്. ഞാനിത് പറയാൻ ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണ്? കൊളോസ്യസ് 2:3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു ഒരു നിധിയാണ്. ഇപ്പം നമ്മൾ 2:3 എന്താ പറയണത്? ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. അപ്പം ക്രിസ്തു നിധിയാണെന്ന് തോന്നണം, അല്ലെങ്കിൽ വേറെ പലതും നിധിയാണെന്ന് നമുക്ക് തോന്നേണ്ടി വരും. ക്രിസ്തു നിധിയാണെന്ന് നമുക്ക് തോന്നണം. അതാണ് നമുക്ക് കിട്ടുന്ന ബോധ്യം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ സ്വത്തെന്ന് പറയണത്.
ക്രിസ്തു നിധിയാണെന്നുള്ളത് ഒരു ബോധ്യമാണ്. അതാണ് സ്വത്ത് എന്നാണ് കൊളോസ്യസ് 2:2 പറയണത്. അപ്പോൾ നമ്മൾ ധനവാനാണെന്ന് പറഞ്ഞാൽ ക്രിസ്തു നിധിയായിട്ട് ആർക്ക് തോന്നുന്നു അവനാണ് ധനവാൻ. ശ്രദ്ധിക്കട്ടെ, ആരാധന. ഹല്ലേലൂയ. എപ്പോഴാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിനുള്ളതാണെന്ന് പറഞ്ഞല്ലേ? ഉന്നതമാണ്. നല്ല വില കിട്ടുന്ന സമയത്ത് അത് കൊടുക്കണം. നല്ല വില കിട്ടുന്ന വിശ്വാസത്തിന് നല്ല വില കിട്ടുന്ന സമയത്ത് അത് കൊടുക്കണം. യുക്രൈൻകാർ അതാണ് ചെയ്തത്. അവർ മരണത്തെ മുഖാമുഖ്യം കാണുന്ന സമയത്താണ് അവർ പള്ളിയിൽ ചെന്ന് കുമ്പസാരക്കൂട്ടി മുട്ടുകുത്തി നിൽക്കുന്നത്. അവർ മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്ത് അത് നിലവറയിൽ ഓർഡർ ചെയ്യണം പരിശുദ്ധ കുർബാന വരാൻ. അല്ലാതെ ലഞ്ച് കൊണ്ടുവരാനല്ല ഓർഡർ ചെയ്യണത്, പരിശുദ്ധ കുർബാന കൊണ്ടുവരാൻ ഓർഡർ ചെയ്യുക. അപ്പോൾ ഫെയ്ത്ത് നല്ല അത് പ്രഖ്യാപിക്കാൻ ഏറ്റവും കൂടുതൽ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ഫെയ്ത്ത് അവർ സെയിൽ ചെയ്യാണ്, ഫെയ്ത്ത് അവരെ പ്രഖ്യാപിക്കുകയാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസ കൈമാറ്റം എന്ന് പറയുന്നത് വിശ്വാസം പ്രഖ്യാപിക്കുന്നതിലൂടെ നടക്കുന്നത്. ഫെയ്ത്ത് കൊടുക്കുക വിൽക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഫെയ്ത്ത് വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. ഈ വിശ്വാസം പ്രഖ്യാപിക്കുന്നതനുസരിച്ചിട്ട് നമ്മുടെ മൂല്യം വർദ്ധിക്കും. നമ്മുടെ മൂല്യം വർദ്ധിച്ചിട്ട് നമുക്ക് അധികാരം ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിജീവിത വിശ്വാസത്തിൽ നിന്ന് അധികാരം ഉണ്ടാകും ദൈവത്തോട്. ഇപ്പം നമുക്ക് ഇപ്പം നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ പോലെയായിരിക്കും. ഇപ്പം നിങ്ങളുടെ പഠനം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സൗഖ്യം, അധികാരം വെച്ച് കഴിഞ്ഞ് നിങ്ങളൊക്കെ വിശ്വാസ അധികാരം പ്രാപിച്ചാൽ അത് നിങ്ങളുടെ കയ്യിലിരിക്കണ പോലെ തോന്നും. നിങ്ങളുടെ കയ്യിലുള്ള പോലെ, എൻ്റെ കർത്താവിൻ്റെ കയ്യിലുള്ളത് നിങ്ങളുടെ കയ്യിലുള്ളത് പോലെ ആശയപരമായിട്ട് പറയാമെങ്കിലും അനുഭവത്തിൽ അങ്ങനെ തോന്നണമെന്നില്ല. പക്ഷേ അധികാരം പ്രാപിച്ചു കഴിയുമ്പോൾ നമുക്ക് അത് നമ്മുടെ കയ്യിലുള്ള പോലെ ഈശോയുടെ കയ്യിൽ ഈശോ എനിക്ക് ആവശ്യമുള്ളപ്പോൾ തന്നോളൂ. അപ്പോൾ നമുക്ക് അങ്കലാപ്പില്ലാതെ പോകും. അങ്കലാപ്പ് അങ്ങനെ അധികാരം പ്രാപിക്കുമ്പോൾ, വിശ്വാസ അധികാരം പ്രാപിക്കുമ്പോൾ അങ്കലാപ്പ് കുറഞ്ഞു വരും. അപ്പോൾ നിങ്ങൾക്ക് കടമുണ്ട്, ആ കടം പരിഹരിക്കാനുള്ള മാർഗം കർത്താവിൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആ കമ്പനി അടച്ചു പോയില്ലേ, അവിടെ കമ്പനി അടച്ചേക്ക് മാനേജർ മരിച്ചു, അവിടെ 15 ലക്ഷം രൂപ മാനേജറുടെ കയ്യിലായിരുന്നു. ആ കാശിന് കണക്കുമില്ല, ഇപ്പോൾ ഇവർക്ക് ജീവിതമില്ല. പക്ഷേ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? അമ്മ അവർക്ക് വേറൊരു ഓർഡർ 41 ലക്ഷം രൂപയുടെ ഒരു ഓർഡർ കൊടുത്ത് PP കിറ്റിൻ്റെ. ഇതാണ് സംഭവം. അപ്പോഴേ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ നീ രക്ഷപ്പെടാനുള്ള മാർഗം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ ഉടമ്പടി എടുത്ത് ദൈവവുമായിട്ട് ആത്മബന്ധമല്ല, ആത്മബന്ധം കഴിഞ്ഞാലുള്ളത് അധികാരബന്ധമാണ്. ദൈവമായിട്ടൊരു അധികാരബന്ധം. അതിന് ആദ്യം വേണ്ടത് ബോധമാണ്, പിന്നെ വേണ്ടത് ബോധ്യമാണ്, പിന്നെ വേണ്ടത് സാക്ഷ്യമാണ്. ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്, ഉടമ്പടി സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തു എന്ന് പറഞ്ഞ നിധിയാണ്, ക്രിസ്തു എന്ന് പറഞ്ഞ ജ്ഞാനമാണ്, ക്രിസ്തു എന്ന് പറയുന്നത് അറിവാണ്. ജ്ഞാനം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ചെയ്യണം എന്നുള്ളതാണ് ജ്ഞാനം. അറിവെന്ന് പറയണത് എന്താണ് ചെയ്യേണ്ടത്, അതാണ് അറിവ്. അപ്പോൾ ഇതെല്ലാം ക്രിസ്തുവാണെന്നാണ് പറയണത്. അപ്പോൾ ഇത് പറയണതല്ല, അപ്പോസ്തലന്മാരുടെ അനുഭവമാണ്. പത്രോസ് എന്താ പറയണത്? മുടന്തനെ സംബന്ധിച്ചിടത്തോളം അയാൾ കൈ നീട്ടുകയാണ്. അപ്പോഴും പത്രോസ് പറയും, നീ ഒരു തെണ്ടിയാണ്, നിന്നേക്കാൾ തെണ്ടിയാണ് ഞാൻ. എന്താ കാര്യം? എൻ്റെ കയ്യിൽ ഒന്നുമില്ല. നിൻ്റെ കയ്യിൽ നിന്നും ഇവിടെ കൂടി പോയ ആൾക്കാർ, എന്നേക്കാൾ നേരത്തെ പോയ ആൾക്കാർ തന്ന കാശ് കിട്ടുന്നുണ്ട് നിൻ്റെ കയ്യിൽ. ഓരോ ധർമ്മക്കാരും നമ്മൾ മരിക്കുമ്പോൾ ആൾക്കാർ പറയണത് 5 ലക്ഷം രൂപയൊക്കെ ബെഡിൻ്റെ അടി ഇരിക്കണം എന്നാണ് പറയണത്. അതാണ് മുടന്തൻ്റെ അവസ്ഥ, അതാണ്. പക്ഷേ പത്രോസ് പറഞ്ഞത് എന്താണ്? ഞാൻ വീട്ടിൽ പോയിട്ട് ആ വള്ളവും വിലയും ഇറക്കിയിട്ട് വർഷങ്ങളായി. കുറേ കാശ് ഞങ്ങളുടെ കയ്യിലൊക്കെ ഇട്ടുകൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഈശോ പറഞ്ഞായിരുന്നു, യുവദാസിനെ കൊടുത്തേക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈശോ അനുസരണ കാരണം ഞാനെല്ലാം അവൻ്റെ കൊടുത്തു. അവൻ ആ കാശ് എവിടെയോ കൊണ്ടുപോയിട്ട് കെട്ടിത്തൂങ്ങി ചത്തുപോയി. കാശിൻ്റെ കാര്യമാണ്. അപ്പോൾ കാശ് എൻ്റെ കയ്യിലില്ല. സത്യം പറഞ്ഞാൽ 5 പൈസയില്ല. കട്ടൻ ചായ മേടിക്കാൻ തന്നാൽ കുടിക്കണ കണ്ടീഷൻ എൻ്റെ നടപ്പ്. അയാൾ അത് കൃത്യമായിട്ട് പറയേണ്ട അയാളുടെ അവസ്ഥ. പക്ഷേ അയാൾ അതിൻ്റെ അകത്ത് ഷെയിമല്ല അയാൾ. അതാണ് അധികാരം എന്ന് പറയുന്നത്. അയാൾക്ക് പൈസ ഇല്ല കയ്യിൽ. ആകെപ്പടെ ഉള്ളത് ബ്രീവരി പുസ്തകമാണ് കയ്യിലുള്ളത്, ഒരു ബൈബിളാണ് കയ്യിലുള്ളത്. ആ ബൈബിളും പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ മനുഷ്യൻ പറയുന്ന കട്ടായമായിട്ട് വർത്തമാനങ്ങൾ പെശക് വർത്തമാനമാണ്. അയാൾ പറഞ്ഞാൽ എൻ്റെ പൊന്നില്ല, എൻ്റെ കയ്യിൽ വെള്ളിയുമില്ല, റോമൻ നാണയവുമില്ല, ഇസ്രയേൽ നാണയവുമില്ല, ഒന്നുമില്ല, ഞാൻ കാലി അടിച്ചിരിക്കുകയാണ്, അട്ടപ്പാടിയാണ് എന്ന് പറയും. ഞാൻ അട്ടപ്പാടി, ചില പഴയ ട്രിവാൻഡ്രംകാരൊക്കെ പറയില്ല അട്ടപ്പാടി എന്ന് പറയും. അത് സംസാര ഭാഷയാണ്. അട്ടപ്പാടി മോശമായിട്ടൊന്നുമല്ല. അതായത് ഇങ്ങനെ പറഞ്ഞിട്ട് അയാൾ പറയും, പക്ഷേ എൻ്റെ കയ്യിലൊരു നിധിയുണ്ട്,
അത് ഞാൻ നിനക്ക് തരാമെന്ന് പറയും. അവിടെയാണ് വിഷയം. അപ്പോൾ ഞാൻ ഓർക്കുമ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞ കാര്യം തന്നെയാണല്ല പൗലോസ് പറഞ്ഞത്, ക്രിസ്തു ജ്ഞാനമാണ്, ക്രിസ്തു നിധിയാണെന്ന്. അതാണ് ഇപ്പോൾ ഇങ്ങനെ പറയണത്. എൻ്റെ ഈ പൊന്നുമില്ല വെള്ളിയുമില്ല, എൻ്റെ കയ്യിൽ വേറൊരു നിധിയുണ്ട്. എന്താണ്? നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമം. സ്റ്റാൻഡ് അപ്പ് ഇൻ ദ നെയിം ജീസസ് എന്ന് പറയും. അതായത് അവൻ ചാടി എഴുന്നേക്കും ഈ മനുഷ്യൻ. എന്താണ് 3:6 പറയണതാണത്. എന്താണ്? പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഇതെന്ന് വെച്ചാൽ ഇപ്പം ഈ നിധി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കൃത്യമായിട്ട് ഇപ്പം 10 ദിവസം പറയുകയാണ്, ഈ നിധി എൻ്റെ കയ്യിലുണ്ടെന്ന്. അതാണ് എനിക്കുള്ളതെന്ന് പറഞ്ഞില്ലേ. എനിക്കുള്ളത് നിധിയാണത്. ഈ എനിക്കുള്ളതെന്ന് പറഞ്ഞത് വേറെ ഒരു അപ്പൻ മകനോട് പറഞ്ഞിട്ടുണ്ട്, മകനെ എൻ്റെ കയ്യിൽ ഒരു നിധി, ഇവൻ കൊണ്ടുപോയിരിക്കണത് നമ്മുടെ പറമ്പിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് കൊണ്ടുപോയിരിക്കണത്. നിധി എൻ്റെ കയ്യിലുള്ള, എനിക്കുള്ളത് നിനക്കുള്ളതാണെന്ന് പറഞ്ഞിട്ടില്ലേ? ആരാണ് പറഞ്ഞത്? 15:31. എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എനിക്കുള്ളത് എന്തായിരിക്കും അപ്പോഴേ? ക്രിസ്തുവാണ്, ദൈവമാണ്. കാര്യം ഈ ക്രിസ്തുവിനെക്കുറിച്ച് നിധിയായിട്ട് സ്വത്തായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയും. പൗലോസ് അപ്പോസ്തലൻ പോലെ തന്നെ പത്രോസും പറയും. ആദിമസഭയുടെ അനുഭവം അതാണ്, ക്രിസ്തുവാണ് നിധി എന്നുള്ളത്. ക്രിസ്തുവാണ് നിധി. ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഒരു കാര്യങ്ങളെക്കുറിച്ചും ആവശ്യമില്ലാത്ത ഉത്കണ്ഠയില്ല. കാര്യം ഒരു 2, 3, 4 കോടി രൂപ ഈ വർഷം വേണ്ടതാണ്. 2 പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്. സ്കൂൾ ഓഫ് റോക്ക് ആർട്സും പിന്നെ മരിയൻ ഗാർഡൻസിൻ്റെ പിൽഗ്രിം സെൻറ്ററും നടക്കുന്നുണ്ട്. പക്ഷേ ഐ എം നോട്ട് വറീഡ് അബൌട്ട് ഇറ്റ്. എന്താ കാര്യം? ദൈവം ഓരോ വിഷയങ്ങൾ അതാ സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യും. എനിക്ക് ഇടയ്ക്ക് ദിവസങ്ങളിൽ ഒരു വലിയ അസുഖങ്ങളുണ്ടായി. അപ്പം ഞാനൊരു സ്ഥലത്ത് പോയി, ഒരു ഹോട്ടലിൽ പോയി അവിടെ താമസിച്ച് 24 മണിക്കൂർ ഞാൻ ജപമാല ചൊല്ലി 20 ദിവസം താമസിച്ചു അവിടെ. അപ്പോൾ ആ ഹോട്ടൽ ഉടമ എന്നോട് പറയുന്നുണ്ട്, ഇതൊന്ന് വിറ്റുമാറണം വെച്ചാൽ 12 കൊല്ലമായിട്ട് പ്രാർത്ഥിക്കുന്നതാണെന്ന് പറയും. 12 കൊല്ലമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനും ഓർക്കുന്നുണ്ട്, ഇദ്ദേഹം ഇവിടെ വരണതും പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിൻ്റെ പണ്ട് 2004 മുതൽ എൻ്റെ സഹപ്രവർത്തകനാണ്. അപ്പോൾ ഈ ഹോട്ടൽ വിറ്റുമാറാൻ വേണ്ടി ഞങ്ങൾ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ആ പ്രാർത്ഥന ഒന്നും അന്ന് ഏറ്റിട്ടില്ല. ഒരു പക്ഷേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു സമയത്ത് പെട്ടെന്ന് എൻ്റെ പ്രാർത്ഥനയുടെ മൂല്യം കൂടി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം മുട്ടൽ, അതുപോലെ കിഡ്നിയുടെ അസുഖം, ഇങ്ങനെ കുറേ രോഗങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്ത്, അത് നമുക്ക് ഒരുമിച്ച് അസുഖം വരുമ്പോൾ എന്നാ ചെയ്യണത്? എനിക്ക് ടെക്നിക്ക് അറിയാം. ഈ സമയത്ത് പർച്ചേസ് ചെയ്യണതാണ്, പർച്ചേസ് അല്ല, നമുക്ക് ഷെയർ വിൽക്കണ സമയമാണ്, വിശ്വാസം കൈമാറുന്ന സമയമാണ്, വിശ്വാസം പ്രഖ്യാപിക്കുന്ന സമയമാണ്, വിശ്വാസം നല്ല മൂല്യമുള്ള സമയമാണ്. ഞാൻ ഈ സമയത്ത് ദൈവത്തോട് നന്ദി പറഞ്ഞാണ്. ഞാൻ 24 മണിക്കൂർ കർത്താവിൻ്റെ ജോലി ചെയ്യുന്ന ആളാണ്. എനിക്ക് വേണേൽ കർത്താവായിട്ട് ബാർഗെയിൻ ചെയ്യാം. ഞാൻ ഇത്രയും ദൈവത്തിന് വേണ്ടിയല്ലേ ഞാൻ ജീവിക്കണത്. എനിക്കെന്തിനാണ് ഇങ്ങനെ അസുഖം വന്നാൽ ചോദിക്കുക? ഒരക്ഷരവും ഞാൻ മിണ്ടത്തില്ല. കാര്യം ഞാൻ പഠിച്ചിരിക്കുന്ന അമ്മടിക്കുക എന്നാണ്. അമ്മയ്ക്കിങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളെല്ലാം അപ്പൻ ഈശോ ഉണ്ടാക്കിയ സമയത്തെല്ലാം അമ്മ മിണ്ടത്തില്ലായിരുന്നു. അതെച്ചാൽ വിശ്വാസം വിൽക്കാൻ അവർക്കറിയാം. വിശ്വാസത്തിൻ്റെ മൂല്യം കൂടുന്നതനുസരിച്ച് അവരത് കൊടുത്തിട്ട് അത് മൂല്യമാക്കി മാറ്റും. അപ്പോൾ അമ്മ അതുകൊണ്ട് മിണ്ടാതെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതിന് പകരം ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്ന് പ്രാർത്ഥിച്ച് 20 ദിവസം പ്രാർത്ഥിച്ചതിനുള്ളിൽ ആ ഹോട്ടൽ വിറ്റുപോയി. അതിനെതിരിക്കണം. 12 കൊല്ലം വിൽക്കാത്ത ഹോട്ടലാണ്. ഞാനവിടെ ഇരിക്കുന്ന സമയത്താണ്, ആ ദിവസങ്ങളാണ് ആ സാധനം വിറ്റ്. ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 6 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഹോട്ടൽ വിറ്റുപോയി. തട്ടിപ്പിടിച്ച് എന്താ പ്രശ്നം? ഇതിൻ്റെ അകത്ത് വരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മളിലേക്കൊന്ന് കൂടുതൽ പ്രെയർ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ക്ലേശങ്ങൾ ഭാരങ്ങൾ വരുമ്പോൾ നമ്മുടെ വിശ്വാസം മൂല്യം പ്രാപിക്കുന്നു. ഈ മൂല്യം അപ്പം തന്നെ നമ്മൾ പ്രഖ്യാപിക്കണം. ഈ വിശ്വാസത്തെക്കുറിച്ച് അറിയാൻ പാടില്ലാത്ത ആൾക്കാർ, അയ്യോ എനിക്കിത് വന്നല്ല, ഇനി ഇത് എപ്പം തീരാനാണ്, ദൈവം നാശം പിടിക്കാൻ, വേറെ ആർക്കും എന്നെ തന്നെ കണ്ടുള്ള അതൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെല്ലാം നിലയം പിടിച്ച് നടക്കത്തില്ലേ? എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ എനിക്ക് തന്നെ വന്നാൽ, ഞാൻ പള്ളിയിൽ നിന്ന് മാറാതെയും കർത്താവിലേക്ക് നിന്ന് മാറാതെ നടക്കുന്ന ആളാണ്, ഇതിൽ എനിക്ക് തന്നെ ഇത് വന്നല്ല എന്ന് പറയുമ്പോൾ അതല്ല സംഭവം. മറിച്ച് നിൻ്റെ വിശ്വാസമുള്ളവർക്ക് ഇതുപോലെയുള്ള എക്സ്ട്രാ ആ വിശ്വാസത്തിന് പരീക്ഷണം വരുമ്പോൾ അത് ഷെയർ, അതിൻ്റെ
വിഹിതം വർദ്ധിക്കും, അതിൻ്റെ മൂല്യം വർദ്ധിക്കുമ്പോൾ നീ അത് ദൈവത്തിൽ തന്നെ വിൽക്കണം, വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട്. അപ്പോൾ അതിൻ്റെ മൂല്യം ഇരട്ടിയായിട്ടിരിക്കും. ഇത് സ്വത്തായിട്ട് മാറുകയും നിൻ്റെ ആധികാരികത വർദ്ധിപ്പിക്കും ദൈവത്തിൻ്റെ. അതുകൊണ്ടാണ് പൗലോസ് പറയണത്, പൊന്നും വെള്ളിയോ ഇല്ലാത്തതൊന്നും എനിക്ക് പ്രശ്നമില്ല, പോയി പണി നോക്കാൻ പറയുന്നു. അതൊന്നും ഞാൻ എന്നെ ഉൾക്കൊണ്ടതൊന്നുമല്ല. പൊന്നോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ള ഒരാളുണ്ട്. എന്താണ്? ഒരു നിധി. അത് ഞാൻ നിനക്ക് തരും. എന്താ തരണത്? നീ നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമം, അവൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറയും. ഇതൊരു കൽപ്പനയാണ്, അധികാരമാണ്. അവൻ്റെ നാമത്തിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ പറയണത്. ഇതിനകത്ത് വിശേഷം വെച്ചാൽ ഇത് അപ്പോസ്റ്റലിക്കായിട്ടുള്ള ഒരു ഫസ്റ്റ് പ്രൈമറി എക്സ്പീരിയൻസാണ്. ഒരു മുടന്തൻ, ജന്മനാ മുടന്തനാണ് അവനെ. ജന്മനാ മുടന്തൻ മൂലക്കിരുന്നുകൊണ്ട് വായും പൊളിച്ചിരുന്നുകൊണ്ട് പത്രോസിനെ ശ്രദ്ധിക്കുകയാണ്. പത്രോസ് ഈ വചനം പ്രസംഗിച്ചു. ഒന്നാമത്തെ പത്രോസിന് വചനം പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. എഴുത്തുകാരനാണ് പുള്ളിക്കാരൻ, പ്രാസംഗികനല്ല. പ്രസംഗിച്ചാൽ ഉറങ്ങും ആൾക്കാർ. പത്രോസ് പ്രസംഗിച്ചിട്ട് ആൾക്കാർ നിലയിലൊക്കെ മുകളിലത്തെ നിലയിൽ നിന്നൊക്കെ താഴെ വീണിട്ടുണ്ട് ഉറങ്ങിയിട്ട്. ആ പൗലോസ് പ്രസംഗിച്ചിട്ടേ. അപ്പോൾ പൗലോസ് ബേസിക്കായിട്ട് ആൾക്കാരെ ചിരിപ്പിച്ച് കയ്യിലെടുത്ത് പ്രസംഗിക്കാൻ അറിയത്തില്ല. അയാൾ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. അതിൻ്റെ അകത്ത് പൊടിപ്പത്തുങ്ങനെ പഞ്ചാര സേമിയായി ഒന്നും കയറ്റാതെ ഉള്ള കാര്യം പറയുന്ന ആളാണ്. അതിൻ്റെ അകത്ത് കോംപ്രമൈസ് ഇല്ല പറയും. പക്ഷെ പണ്ടാരെ എഴുത്തിന് ഭയങ്കര അഭിഷേകമാണ്. പക്ഷേ എന്നാലും ഒരു ദിവസം പ്രസംഗിച്ചപ്പോൾ ഒരു മുടന്തൻ മൂലക്കിരുന്നുണ്ട് ഇയാടെ വായിട്ടും തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഈ മുടന്തിന് തലക്കടിച്ച് വചനം കേട്ടിട്ട്. പത്രോസിൻ്റെ വചനമേ കേട്ടിരുന്നപ്പോൾ ഈ മനുഷ്യൻ്റെ മുടന്തൻ്റെ വിശ്വാസം ഇങ്ങനെ കയറി വന്നു. അവരിങ്ങനെ പൗലോസിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ എല്ലാവരും ഇങ്ങനെ ഉറങ്ങിയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരുത്ത മൂലക്കിരുന്നുണ്ട് ജ്വലിക്കണ കണ്ടപ്പോൾ പൗലോസ് അവനെ നോക്കി. അവനോട് അപ്പോൾ തൻ്റെ പ്രസംഗം കേട്ടിട്ട് അവനിലേക്ക് വിശ്വാസം അവരിങ്ങനെ നുരഞ്ഞ് പതഞ്ഞ് പൊങ്ങണത് പൗലോസ് ആത്മാവ് വിവേചിച്ചിട്ട് പൗലോസ് ഒരു കാര്യം വിവേചിച്ച് മനസ്സിലാക്കുക. എന്താണ് പറയണത്? സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവർ ഉണ്ടെന്ന് കണ്ട് ആ ജന്മനാ മുടന്തനോട് പറഞ്ഞു, സ്റ്റാൻഡപ്പ്, എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോഴേ ആ പത്രോസിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു ഇതുകൊണ്ടേ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞവൻ എഴുന്നേറ്റ് ഓടി. അത് ഭയങ്കര രസമുള്ള ഒരു മിറക്കിളാണ് ബൈബിളിൽ. എന്താണ്? പൗലോസിൻ്റെ പ്രസംഗം കേൾക്കുകയാണ്. നടപടി പുസ്തകത്തിൻ്റെ 14:9 വായിച്ചോളൂ. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കുവാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ചു നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് വിഷയം. അതായത് തക്ക വിശ്വാസം എന്നുള്ളതൊരു വിഷയമാണ് 14:9. ഇപ്പം നമ്മുടെ പല കാര്യങ്ങളും ഫയലെടുക്കാത്തതിൻ്റെ കാരണം വിശ്വാസം അപ് ടു ഡേറ്റ് ചെയ്യാത്ത കൊണ്ടാണ്. തക്ക വിശ്വാസമാകാത്തതുകൊണ്ട്. വിശ്വാസം ഇല്ലയെന്ന് വെച്ചാൽ വിശ്വാസം ഉണ്ട്. പക്ഷേ വിശ്വാസം അഗ്നിശോധനയെ അതിജീവിച്ചിട്ട് ബാക്കി ഉണ്ടായതല്ല. അഗ്നിശോധന പോലും നടന്നിട്ടില്ല, ഒരു പരീക്ഷ നടന്നിട്ടില്ല. പരീക്ഷ നടന്നിട്ടുണ്ടെങ്കിൽ 4 കാലേ വീണ് ഓടി പിന്നെ പള്ളിയിലും കയറുകയില്ല, പ്രാർത്ഥനയ്ക്കും വരത്തില്ല. അതുകൊണ്ട് നിനക്ക് ഇന്ന് വരെ പരീക്ഷ ചിലപ്പോൾ ഉണ്ടായി കാണത്തില്ല. കാര്യം ഇപ്പം ദൈവത്തിന് പേടിയായിട്ടാണ് നിന്നെ. കാര്യം പരീക്ഷ ഇട്ടാൽ നീ തോറ്റുപോവുകയും ചെയ്യും, ദൈവത്തിന് നിന്നെ നഷ്ടപ്പെടുകയും ചെയ്യും. അല്ല പിന്നെ ചാട വരെ ഇങ്ങനെ കടന്നോട്ടം ചെയ്തിട്ട് പ്രത്യേകിച്ച് പരീക്ഷ ഒന്നും ഇല്ലാത്ത എത്രയോ വെണ്ണപ്പാളികളായിട്ടുള്ള അമൂൽ ബേബികളാണ് നമുക്കുള്ളത്. വിശ്വാസം ഇപ്പോഴത്തെ കാര്യം ഒന്നും പറയണ്ട, അമൂൽ ബേബികളുടെ എണ്ണം കൂടുതലാണിപ്പോൾ. എന്താ കാര്യം? ഒന്നുമില്ല. വിശ്വാസത്തിനോ പ്രാർത്ഥനയ്ക്കോ പറ്റുന്ന രീതിയിലുള്ള ഒരു പരുവപ്പെടൽ അവരുടെ ജീവിതത്തിലില്ല. അവർക്കെല്ലാം പത്താഴം പറ്റൂ, ചക്കി കുത്തി അമ്മ വെച്ചു, ഞാനുണ്ടോ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് എല്ലാം റെഡിമെയ്ഡ് സെമി അരിസ്റ്റോക്രാറ്റിക് ലൈഫിലേക്ക് കേരളം ചേഞ്ച് ചെയ്ത കാരണം വിശ്വാസത്തിന് അവിടെ പ്രൊവിഷൻ കുറവാണ്. പക്ഷേ വിശ്വാസത്തിന് ഒരു പ്രൊവിഷൻ വരുമ്പോൾ ഇത് തക്ക വിശ്വാസമായിട്ട് അപ്ഡേഷൻ ഉണ്ടാകണം. ഏതെങ്കിലും വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല. അയാൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ആ മുടന്തനി ഇത്രയും നാൾ സുഖം പ്രാപിക്കാതിരുന്നതെന്ന കാര്യം വെച്ചാൽ അവനോട് സുവിശേഷം പ്രസംഗിക്കാൻ ആരും ഇല്ലായിരുന്നു. സുവിശേഷം പ്രസംഗിക്കാൻ ചിലപ്പോൾ ഉണ്ടായിരിക്കാരും, പക്ഷേ പ്രസംഗിക്കേണ്ടതുപോലെ അവനോട് പ്രസംഗിച്ചിട്ടില്ല ഇവരൊക്കെ. പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ വിശ്വാസം വർദ്ധിച്ചു. എങ്ങനെ വിശ്വാസം വർദ്ധിച്ചു?
തക്ക വിശ്വാസമായി മാറി. ഇപ്പോൾ ഈ ജനതയുടെ വിശ്വാസങ്ങളെ തക്ക വിശ്വാസമാക്കാൻ, അതായത് ദൈവത്തിന് മുടന്തെല്ലാം മാറ്റിക്കൊണ്ട് എഴുന്നേൽപ്പിൽ നടത്താൻ പറ്റുന്ന വിശ്വാസത്തിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സഭയുടെ നിലവിലുള്ള സംവിധാനം എന്തുമാത്രം സഹായകരമാണ്. കാര്യം സിനഡ് അന്തർദേശീയമായിട്ട് നടക്കുന്നു, എല്ലാ സഭകളിലെയും സഭകളുടെ സിനഡുകൾ നടക്കുന്നു. ജനങ്ങളുടെ തക്ക വിശ്വാസ നിലവാരം വർദ്ധിച്ചോ ഇല്ലേ എന്നുള്ളത് സഭ ഇൻട്രോസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. സഭ ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം. കാര്യം എപ്പോഴും നമ്മൾ സിനഡിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. 23 ഒരു സിനഡ് നടക്കാൻ പോകുന്നു. അതിൻ്റെ എല്ലാ വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ തീക്ഷ്ണമതിയായിട്ടുള്ള അച്ഛന്മാർ ആ വർക്ക് മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്താലും ഈ തക്ക വിശ്വാസത്തിലേക്ക് കേൾവിക്കാർ ഉയരാത്തോളം കാലം നമ്മൾ എന്തോ ചെയ്ത് നമ്മൾ കൂട്ടിയെന്ന് നമുക്ക് സ്വന്തമായിട്ടൊരു സമാധാനവും സംതൃപ്തിയും കിട്ടുമെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്ത് ദൈവത്തിന് വേണ്ടിയുള്ള ഒരു സുവിശേഷ നടപടി സഭയ്ക്ക് ചെയ്യാൻ കഴിയാത്തത്തോളം കാലം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളർച്ച എപ്പോഴും ഒരു സീറോയായി നിൽക്കും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, സഭയുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന വിധത്തിലെ പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി എല്ലാ സഭകളും, ഏകസ്ഥ സഭകള്, പ്രാദേശിക സഭകള്, സർവദേശീയ സഭകള്, പൗരസ്ത്യ സഭകള്, സാർവത്രിക സഭകള് എല്ലാം യേശുവേ അങ്ങയെ നിധിയായി കാണാൻ, അങ്ങയെ രഹസ്യമായി കാണാൻ, അങ്ങയെ ജ്ഞാനമായി കാണാൻ, അറിവായി കാണാൻ അനുഭവിച്ചുകൊണ്ട് അങ്ങയുടെ മഹത്വത്തിനായി ജീവിച്ച് സുവിശേഷത്തിന്റെ സാക്ഷികളാകാൻ തക്ക വിശ്വാസത്താൽ ഞങ്ങളെ അഭിഷേകം ശ്രുതികടെ. വിശ്വാസം ട്രാൻസ്മിറ്റ് ചെയ്യുക, വിശ്വാസം വിൽക്കുക. വിശ്വാസം ഷെയർ മാർക്കറ്റ് പോലെ വിശ്വാസം മാർക്കറ്റ് ചെയ്യുക. അതായത് വിശ്വാസം പ്രഖ്യാപിക്കാൻ ഏറ്റവും പ്രതികൂലമായ സമയത്ത് വിശ്വാസം പ്രഖ്യാപിക്കുന്നതിനാണ് വിശ്വാസം ഫെയ്ത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോഴാണ് നമുക്ക് ക്രിസ്തു സ്വത്തായി മാറുന്നത്. അങ്ങനെയാണ് കൊളോസ്യസ് 2:2 അനുസരിച്ച് ക്രിസ്തു സ്വത്തായി മാറുന്നത് വിശ്വാസം പ്രഖ്യാപിക്കാൻ പറ്റാത്ത സമയത്ത് വിശ്വാസം പ്രഖ്യാപിച്ച് കഴിയുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ മൂല്യം വർദ്ധിച്ചുകൊണ്ട് നമുക്കത് കൃപയായി മാറണത്. ആ കാനങ്കാരി അങ്ങനെ ചെയ്തിരിക്കണത്. കാനങ്കാരിയുടെ വിശ്വാസമില്ലേ, അവർ വിശ്വാസം പ്രഖ്യാപിക്കാൻ ഭയങ്കര പ്രതിസന്ധിയുള്ള സമയത്താണ് അവർ വിശ്വാസം പ്രഖ്യാപിച്ച് ഫെയ്ത്ത് മാർക്കറ്റിംഗ് നടക്കുന്നത്. ഒരു പക്ഷേ അങ്ങനെ ഒരു ലേഡിയെ ഉള്ളതെന്ന് തോന്നുന്നു ബൈബിളിലെ. എന്താ കാര്യം, അവരോട് പറഞ്ഞത് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുത്തുക വിഹിതമല്ല എന്ന് പറയും. അപ്പോഴെന്നാ പറ്റണത്, വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് ഏറ്റവും ആക്ഷേപവും അപമാനവും ഉണ്ടാകുന്നൊരു സാഹചര്യമാണ്. അത് ജീസസ് ക്രിയേറ്റ് ചെയ്തതാണത്. ദൈവം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. ആരിൽ നിന്നുമാകാം വിശ്വാസം, അതായത് നിൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിൻ്റെ നടപടിക്രമങ്ങളെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. ദൈവം തന്നെ അങ്ങനെ ചെയ്തെന്ന് വരാം. ചിലപ്പോൾ നാട്ടുകാരെ കൊണ്ട് ചെയ്യിച്ചെന്ന് വരാം, അല്ലെങ്കിൽ സമൂഹത്തെ കൊണ്ട് ചെയ്യിച്ചെന്ന് വരാം. അതായത് അതാണ് കാനങ്കാരി കർത്താവ് ചോദിക്കണത്. മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾ കൊടുക്കുന്നത് വിഹിതമാണോ? അപ്പോഴേ 15:26. അപ്പോഴേ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതോടുകൂടി ഇവൾക്ക് വേണ്ടി നാണം കേട്ട് വീട്ടിൽ പോകാം. മണ്ണാങ്കട്ടെ എന്നാ കാര്യത്തിനാണ് വന്നത്, ഇങ്ങനെ വായിരിക്കണ കേൾക്കാൻ, ഇങ്ങനെ ദൈവവും അല്ല ആളും അല്ല, വെറുതെ മനുഷ്യനെ പറ്റിക്കാൻ നാട്ടുകാർ പറഞ്ഞുകൊണ്ട് ഞാൻ വന്ന് ചടിയതാണ് എന്നും പറഞ്ഞ് വേണേ ഇവയ്ക്ക് പെയ്തും പെറുക്കിയും പിച്ചും പെയ്യും പറഞ്ഞ് ഭ്രാന്തിയെപ്പോലെ അവിടെ നിന്ന് വണ്ടി വിടാം. പക്ഷേ ഇവൾ അപമാനിക്കുമ്പോൾ വിശ്വാസം വീണ്ടും മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും അപമാനിതയാവുക പറയും, കർത്താവ് അവളോട് പറയും, ജീസസ് ദാറ്റ് ഈസ് റൈറ്റ്, ഐ ആം ദ ഡോർ. ഈശോ നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ പട്ടിയാണ്. എന്നിട്ട് അവർ പറയും, പട്ടികൾ പോലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷണം തിന്നാറുണ്ടല്ലോ. അതാണ് ഫെയ്ത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഫെയ്ത്തിൻ്റെ ഷെയർ വില കൂടി നിൽക്കുമ്പോൾ അതങ്ങ് വിറ്റ് കളയണം. അതായത് യേശുക്രിസ്തുവിനെ പ്രഖ്യാപിക്കാനോ വിശ്വാസം ജീവിക്കാനോ നിനക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അത് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം. ആ സമയത്ത് അത് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം. സാഹിത്യ അക്കാദമി പഠിക്കാൻ പോകുന്ന സമയത്ത് ഞാനൊരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് എനിക്ക് അക്കാഡമിയിൽ നിന്ന് എനിക്ക് തന്നെ ഒരു മുറിയാണ് തന്നത്.
രാത്രി കിടക്കാം. അതിനകത്ത് സംവിധാനങ്ങളൊന്നുമില്ല, കട്ടിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാനിവിടുന്ന് ഹോസ്തി മീഞ്ഞും കൊണ്ടുപോയി ആ കട്ടിലിൻ്റെ താഴെ മുട്ട നിന്നിട്ട് കട്ടിൽ പായല മാറ്റിയിട്ട് വെള്ളത്തുണി വിരിച്ചിട്ട് ഞാനവിടെ മുട്ട നിന്ന് 2.5 മണിക്കൂർ കുർബാനയില്ലേ. കൃപാസനത്തിൽ അരമണിക്കൂർ കുർബാനയിലുള്ള സംഭവം തൃശ്ശൂർ അപ്പന്തമ്പുരാൻ്റെ ഹോമിൽ രാത്രി കുർബാനയിൽ 2.5 മണിക്കൂറാണ്. മുട്ടയിൽ നിന്ന് 2.5 മണിക്കൂർ കുർബാനയില്ലേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാത്ത സംഭവങ്ങളാണ്. വിശ്വാസം അവിടെ പ്രഖ്യാപിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. എന്നോട് ഞാൻ കുർബാനയിൽ ആരും തിരക്കാനോ ചോദിക്കാനോ ഒന്നുമില്ല. പക്ഷേ ഞാൻ ഒരു 2 മണിക്കൂർ അരമണിക്കൂർ പ്രാർത്ഥിക്കുന്ന ആൾ 2.5 മണിക്കൂർ മുട്ടയെന്ന് കുർബാന അർപ്പിച്ചു. ഇതെന്ന് വെച്ചാൽ വിശ്വാസം പ്രതികൂല സന്ധിയിൽ വരുന്ന സമയത്ത്, അത് പ്രഖ്യാപിക്കാൻ ഇടമില്ലാത്ത സമയത്ത് നമ്മൾ ഉള്ള സൗകര്യത്തിൽ ഓണം പോലെ അങ്ങോട്ട് പ്രഖ്യാപിക്കും. ഇതാണ്, ഇങ്ങനെയാണ് ഇത് മാർക്കറ്റ് ചെയ്തിട്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കണം. ഇത് ഉണ്ടെങ്കിൽ അതങ്ങനെ പത്രോസ് പലതരത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി നല്ല സ്വത്തായി മാറി. അതുകൊണ്ടാണ് പത്രോസിന് ഞെട്ടലില്ലാത്തത്. അല്ല പറയും പൊന്നും വെള്ളിയൊന്നും എൻ്റെ ആവശ്യമില്ല, എനിക്കില്ല, എനിക്കത് ഞാൻ ഡോട്ട് ബോധർ അബൌട്ട്. പക്ഷേ എനിക്കൊണ്ട് ഒരു നിധിയുണ്ട്, അത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. 3:6 പറയണത്. അപ്പം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിധിയാണെന്ന് പൗലോസ് പറയും, രഹസ്യമാണെന്ന് പൗലോസ് പറയും, സ്വത്താണെന്ന് പൗലോസ് പറയും, അത് അറിവാണെന്ന് പൗലോസ് പറയും, ജ്ഞാനമാണെന്ന് പൗലോസ് പറയും. ഇതൊന്നും പറയാതെ പത്രോസ് പറയും എനിക്കുള്ളതാണ് അതെന്ന് പറയും. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രായന യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കാൻ പറയും. അപ്പം ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നമുക്ക് ഗലാത്യർ, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു എന്നിൽ ജീവിക്കാൻ വേണ്ടി ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു. അതായത് 4:23. ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതായത് എല്ലാ ഉടമ്പടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ക്രിസ്തു രൂപപ്പെട്ടു വരികയാണ്. ക്രിസ്തു എന്ന് പറയുന്നത് ദൈവത്തിന് ജ്ഞാനമാണ്, ദൈവത്തിൻ്റെ അറിവാണ്. അതാണ് നമ്മൾ കൊളോസ്യർ 2:3 വായിച്ചത്. ക്രിസ്തു ദൈവത്തിൻ്റെ നിധിയാണ്. ഇനി പൗലോസിൻ്റെ ലേഖനങ്ങളിലെ 1:24 ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. അപ്പോൾ ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനമാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ നിധിയാണ്, ദൈവത്തിൻ്റെ അറിവാണ്. ഇങ്ങനെ എല്ലാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള എന്തുമാത്രം അപ്പോസ്തലിക അനുഭവങ്ങളാണ്. ഉടമ്പടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? ഈ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ. അതിനുവേണ്ടി ചില സമയത്ത് ഈറ്റുനോവ് അനുഭവിച്ച 4:19 വായിച്ചത് ഗലാത്യർ. അതായത് കുറച്ച് പ്രയാസങ്ങൾ ഈശോ നമ്മൾ രൂപപ്പെട്ട് വരാൻ വേണ്ടി നമ്മുടെ സാഹചര്യങ്ങളിൽ, പ്രതികൂലമായ സാഹചര്യങ്ങളിൽ വിശ്വാസം പ്രഖ്യാപിക്കാൻ യാതൊരുവിധ നിവൃത്തിയും ഇല്ലാത്ത സാഹചര്യങ്ങളിലും നമ്മൾ വിശ്വാസം പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ ഈ ഈറ്റുനോവ് പോലെയാവും. എന്തിനാണ് ചെയ്യണത്? ക്രിസ്തു നമ്മൾ രൂപപ്പെട്ട് വരാനാണ്. ഇങ്ങനെ ക്രിസ്തു വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് അറിയാവോ? ക്രിസ്തു എല്ലാമാണ്. കൊളോസ്യസ് 3:11 ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. അപ്പം ക്രിസ്തു എല്ലാമായത് കാരണം ഈ ജ്ഞാനമാണ്, ശക്തിയാണ്. ഈ ക്രിസ്തു ശക്തി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബലഹീനതയിൽ പൗലോസ് പറഞ്ഞില്ലേ, എൻ്റെ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഇല്ലായ്മകൾ, എല്ലാം രോഗങ്ങൾ, അല്ലെങ്കിൽ പരീക്ഷാ തോൽവി, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ കുറേ ബലഹീനതകളില്ലേ. ഈ ബലഹീനതകൾ നമ്മൾ ഉടമ്പടി പ്രകാരം നമ്മൾ ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നത് ആ വിഷയത്തിലൊരു സമാധാനം ഉണ്ടാകണമെന്നാണ്. ആ വിഷയത്തിൽ സമാധാനം ഉണ്ടാകാതിരിക്കത്തില്ല ഒരിക്കലും. പക്ഷേ അതല്ല, അതിൻ്റെ താഴെ ഒരു വിഷയമുണ്ട്. എന്താണ്? ക്രിസ്തു. ദൈവം ഉദ്ദേശിക്കണത് എന്തുകൊണ്ടാണ്? ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള സമ്മർദ്ദങ്ങളിലൂടെ നമ്മൾ പോകുന്നത്.
അപ്പോൾ ആ സമ്മർദ്ദങ്ങൾ നമ്മുടെ ബലഹീനതയാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ക്രിസ്തുവായിട്ട് ഇറങ്ങി വസിക്കുന്ന കാരണം ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയും. അപ്പോഴേ ക്രിസ്തു നമ്മളിലേക്ക് അപ്ലോഡിങ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഈ ബലഹീനമായ സാഹചര്യങ്ങൾ, രോഗത്തിൻ്റെ സാഹചര്യങ്ങൾ. അത് നമുക്ക് ഈറ്റുനോവ് പോലെ ഫീൽ ചെയ്താൽ നീ ഒരു യഥാർത്ഥ വിശ്വാസിയായിട്ട് മാറും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ക്രിസ്തു രൂപപ്പെട്ടു വരുന്ന സാഹചര്യങ്ങളെ മനസ്സിലാക്കാനും വിവേചിക്കാനും എന്നെ സഹായിച്ചുകൊണ്ട് ഉടമ്പടിയുടെ ആത്യന്തിക ലക്ഷ്യം ദൈവത്തിൻ്റെ നിധിയും ദൈവത്തിൻ്റെ രഹസ്യവും ദൈവത്തിൻ്റെ അറിവും ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ ക്രിസ്തുവിനെ അനുഭവിക്കുക, ആർജിക്കുക, അഭിഷേകമായി സ്വീകരിക്കുക എന്ന വലിയ ദൈവിക ദത്തത്തിലേക്ക്, ദൈവിക ദൗത്യത്തിലേക്ക് എന്നെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, പല മക്കൾക്കും പല കാര്യങ്ങൾക്കും കർത്താവ് ഭയങ്കര സ്ലോ ആയിട്ട് മാറുന്നുണ്ട്. അതിൻ്റെ ജോലി, വീട്, വിവാഹം, ജോണ്, രോഗസൗഖ്യം ഇതെല്ലാം ഭയങ്കര സ്ലോ ആയി പോകുന്നുണ്ട്. ഈശോയെ, അവരെല്ലാം നീ ഈ സമയത്ത് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, അവരുടെ സമയത്തെ അങ്ങ് ത്വരിതപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന, അവരുടെ ക്ഷമയെ കർത്താവെ, അവർക്ക് അത്ര കണ്ട് നമുക്ക് പരീക്ഷിക്കാൻ വേണ്ടി മാത്രം കർത്താവെ ക്ഷമയില്ലാത്ത മക്കളുണ്ട് ഈശോയെ. അവർക്ക് ടെൻഷനും വ്യഗ്രതയും കൂടിക്കൊണ്ടിരിക്കുന്ന കർത്താവെ, അവരെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. വസ്തു വിൽക്കാനുള്ളവരെ, വസ്തു വാങ്ങാനുള്ളവർ, വീട് വിൽക്കാനുള്ളവർ, വീട് വാങ്ങാനുള്ളവർ കർത്താവെ, വഴിയില്ലാത്തവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈശോയെ, ഓരോ സ്ഥലത്ത് പണം കൊടുത്തിട്ട് കർത്താവ്, ജോലിക്ക് വേണ്ടി പണം കൊടുത്തിട്ട് അതിനെക്കുറിച്ച് കർത്താവ് പ്രത്യേകിച്ച് ഫയൽ മൂവ്മെൻ്റ് ഇല്ലാത്തവർ കർത്താവെ, അതിൻ്റെ പോയിൻറ്റ്സ് കൃത്യമാകാത്ത കർത്താവ്, പല കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവ് വെയിറ്റ് ചെയ്യുന്ന മക്കളുണ്ട് ഈശോയെ. പല തീരുമാനങ്ങൾ വെയിറ്റ് ചെയ്ത മക്കളുണ്ട് കർത്താവ്, പല പേപ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് കർത്താവ്, പല ഇമെയിലിന് വേണ്ടി റിപ്ലൈക്ക് വേണ്ടി കർത്താവ് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈശോയെ, പല ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് കർത്താവ് ഈശോയെ, അവരെ പല മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈശോയെ. അവരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈശോയെ. മനസ്സ് കർത്താവ് ഇപ്പോഴേ പല കാര്യങ്ങൾക്കും കർത്താവ് 1, 2, 3, 4 കാര്യങ്ങൾ കർത്താവ് ഒരുമിച്ച് സംഭവിക്കുന്ന കാരണം, മനസ്സ് നുറുങ്ങിയത് കാരണം, ഒന്നിനും താല്പര്യമില്ലാതെ കർത്താവ് ഇങ്ങനെ ഡെഡ് ബോഡി പോലെ ഇങ്ങനെ ജീവിക്കുന്ന മക്കളുടെ കർത്താവെ ഈശോയെ, അവരെ കുറ്റം പറയണില്ല ഈശോയെ. അവിടെ മാനസിക ശാരീരിക ജീവിത അവസ്ഥകളെ കർത്താവെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. അവരുടെ തെറ്റുകൾ എന്തായാലും കർത്താവെ, അവരുടെ കഴിവുകൾ എന്തായാലും കർത്താവെ നീ അത് കാര്യമാക്കാതെ കരുണ കാണിച്ച് കർത്താവെ കൈത്തരത്തിൽ അവർ താങ്ങിക്കൊണ്ട് വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവരെ, മക്കളില്ലാത്തതിൻ്റെ പേരിൽ മനസ്സിടിഞ്ഞു പോയവരെ, എന്തിനാണ് ജീവിക്കണം ചിന്തിക്കുന്നവരെ കർത്താവ്, വിവാഹം ഒത്തുവരാത്തതിൻ്റെ പേരിൽ കർത്താവ്, കുടുംബജീവിതം എന്തിനാണെന്ന് നിശ്ചയ കർത്താവ്, അതുകൊണ്ട് തന്നെ കർത്താവ് പലപ്പോഴും കുറ്റവാസനകൾ പെരുകുന്നുണ്ട്. മറ്റുള്ളവരെ ഉപദ്രവിക്കണം, എനിക്ക് ആ ജീവിതമില്ല, അതുകൊണ്ട് ആർക്കും ഇവിടെ ജീവിക്കേണ്ടെന്നുള്ള മാനസിക വൈകല്യങ്ങളിലേക്ക് വന്നിട്ട് സ്വഭാവ ദൂഷ്യമുണ്ടായിട്ടുള്ള മക്കളുടെ കർത്താവ്, അവരെ സ്പർശിക്കുന്ന കർത്താവ്, കഞ്ചാവിനും മയക്കുമരുന്നിനും കണ്ടെത്ത കർത്താവ്, സ്റ്റാമ്പിനും അതുപോലെ തന്നെ കർത്താവ് ലഹരി ലോകത്തിലേക്ക് അകപ്പെട്ടു പോയിരിക്കുന്ന മക്കളുടെ കർത്താവ്, രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് കർത്താവ്, പക്ഷെ അവരെ കൂടുതലുള്ളവർ രക്ഷപ്പെടുത്താത്ത രീതിയിൽ അവരെ ബന്ധിച്ചിട്ടിരിക്കുന്ന കർത്താവ്, ഇത് അവരെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കുന്ന കർത്താവ്, റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആകുമെന്ന് ഉത്കണ്ഠപ്പെടുന്നവർ കർത്താവ്, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോയെ. പല കർത്താവ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നഷ്ടപ്പെടുമോ എന്ന് ഓർത്ത് കർത്താവ് വേദനിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അവരെല്ലാം കർത്താവ് നീ ഏറ്റെടുക്കുന്ന പ്രാർത്ഥിക്കുന്ന അസ്ഥിക്കുഴലിൻ്റെ വേദനകൾ, സ്പോണ്ടിലോസിസിൻ്റെ വേദനകൾ, നടുവലിൻ്റെ വേദനകൾ, കശേരികൾ തെറ്റിക്കിടക്കുന്നവർ, കിഡ്നിയിൽ കർത്താവ് കല്ലുള്ളവർ, കിഡ്നി കർത്താവ് രക്തോട്ടമില്ലാത്ത കിഡ്നി ഷ്രിങ്ക് ചെയ്യുന്നവർ, ചുരുങ്ങുന്നവർ, ക്രിയാറ്റിൻ കൂടുന്നവരെ കർത്താവ്, അതുപോലെ തന്നെ കർത്താവ് ഹൃദയ കരളിലും കർത്താവ് ബിൽഡ്രൂമിൻ കൂടുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചു. അത് കർത്താവ് വയറ്റിൽ വെള്ളം കെട്ടിക്കിടക്കുന്നവരെ അങ്ങ് തൊടണമെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. ശ്വാസകോശ രോഗികളെ, ഹൃദയ രോഗികളെ, ക്ഷയരോഗികൾ കർത്താവ്, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, ശരീരത്തിന് കർത്താവ് പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, മുടി കൊഴിയുന്നവർ കർത്താവ്, തലക്ക് കനമുള്ളവർ കർത്താവ്, എപ്പോഴും നടക്കുമ്പോൾ കണക്കുകയും കിടത്തുകയും ചെയ്യുന്നവർ കർത്താവ്, ഈശോ ജീവിക്കാനും നിവൃത്തിയില്ലാതെ ജോലി ചെയ്യാൻ വയ്യാണ്ടിരിക്കുന്നവർ കർത്താവ്, അവരെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന യുദ്ധ തടവുകൾ കർത്താവ്, ബാങ്കറിൽ കർത്താവ്, യുക്രൈനിൽ
കുടുങ്ങിപ്പോയി ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥന കർത്താവേ, എല്ലാ മക്കളും കർത്താവ്, ഇന്ത്യയിലുള്ള എല്ലാ മക്കളും കർത്താവ്, ഓരോ രാജ്യങ്ങളിലുള്ള മക്കൾ കർത്താവേ, അവിടെ അകപ്പെട്ട് കർത്താവ്, യുക്രൈൻ തന്നെ കർത്താവേ, അവരെ അഭിമാനത്തിൽ സംരക്ഷിച്ചതിൻ്റെ കർത്താവ്, ഈ യുദ്ധം കർത്താവെ സമാധാനത്തിലേക്ക് നീങ്ങാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവത്തിൻ്റെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഒരു രാജ്യങ്ങൾക്കും കർത്താവെ പരസ്പരം കർത്താവ് ധാരണയെത്തി പിരിയാനുള്ള ഒരു പ്രത്യേക സമാധാനത്തിന്റെ അന്തരീക്ഷം പരിശുദ്ധമായ സമാധാനത്തിന്റെ രാജ്ഞി മാതാവിന്റെ മധ്യത്തിൽ യേശുവിന്റെ നാമത്തിൽ ആ രാജ്യങ്ങൾ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സത്യം കണ്ടേ, യേശുവിന്റെ സത്യം കണ്ടേ. ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് പ്രാർത്ഥിക്കുന്നവർ, ഇപ്പോൾ തത്സമയ നിയോഗങ്ങൾ ഏറ്റെടുക്കുന്നവർ എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ മക്കൾ അവരുടെ നാനാവിധമായ രോഗപീഠകൾ, ദുരിതങ്ങൾ, കടഭാരങ്ങൾ, ജീവിത വിഷയങ്ങൾ, സന്താനമില്ലാത്തവരെല്ലാം ഈശോ തൊടുന്നു. ഭവനരഹിതരെ ഈശോ തൊടുന്നു. കർത്താവിത എഴുന്ന മക്കളെ അവിടെ നിന്ന് അഭിഷേകം ചെയ്യുന്ന അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്യാൻസർ രോഗികളിൽ കർത്താവെ അനേകരും ജോസഫിന്റെ സ്വീകരിച്ചു പോയിട്ടുണ്ട്. അവരെല്ലാം ഈശോ തൊടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൃപാസന സ്ഥാപക ഡയറക്ടറായി ജോസഫത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും സമർപ്പിക്കുന്നു. എല്ലാ കർത്താവെ, എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി ഓരോ മക്കളിലേക്കും, കൃപാസനത്തിൽ ദൈവരെന്ന് പോയിട്ടുള്ള ഓരോ മക്കളിലേക്കും, ഉടമ്പടി എടുത്തുള്ള ഓരോ മക്കളിലേക്കും, ഈ നടയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഓരോ ദൈവമക്കളെയും ഇത് കർത്താവ് സ്പർശിക്കുകയാണ്. അവരുടെ ജീവിത വിഷമതകളെ, പ്രയാസങ്ങൾ ഈശോ ഏറ്റെടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പ്രത്യക്ഷീകരണ സാക്ഷിയായി മാറ്റണമേ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന.